പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 8, 9, 10 വാക്യങ്ങളും നമുക്ക് പ്രാരംഭമായി വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയും 8, 9, 10. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട വചനധ്യാന പരമ്പരകളുടെ പ്രാരംഭരാത്രിയിൽ തിരുസന്നിധിയിൽ നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ വായികളും തുറന്ന് ചില നിമിഷങ്ങൾ നമ്മുടെ ദൈവത്തിന് മഹത്വം കരയറ്റാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട വചനധ്യാന പരമ്പരകളുടെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങളെ കൂട്ടിവരുത്തുവാൻ കർത്താവിന് കൃപ തോന്നിയതിനായി നന്ദിയപ്പ. ആരാധനകൾ കർത്താവെ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ഈ ദേശത്തിൽ ആദ്യമായി കർത്താവിൻ്റെ തിരുവഴുത്തുകളെ ഞങ്ങൾക്ക് ഉച്ചത്തിൽ പറയുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിനായി നന്ദിയപ്പ. ഞങ്ങൾ മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ ഇവിടെ മരുഭൂമിയിൽ യേശുവിനെ ഉയർത്തുവാൻ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ ജനം രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടംകൈ വലംകൈ തിരിച്ചറിയാത്ത ജനം ഞങ്ങൾക്ക് ചുറ്റും പാർക്കുന്ന പിതാവേ, ഈ ജനത്തോട് കർത്താവ് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തോട് കർത്താവ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ തിരിച്ചറിയുവാനുള്ള കൃപ ചുറ്റുപാടുമുള്ള ജനത്തോട് കർത്താവ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് അങ്ങ് മനസ്സലിഞ്ഞതുപോലെ ഈ ദേശത്തോട് അങ്ങ് മനസ്സലിയണമപ്പാ. അങ്ങയുടെ കരുണ അവിടെ നിന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വചനം സംസാരിക്കുവാൻ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കി തന്നതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സംസാരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നിങ്ങളോടൊരുമിച്ച് തിരുവചനവുമായി നിൽപ്പാൻ കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സാവകാശത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് കാരണക്കാരനായി തീർന്ന ബാബു ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അദ്ദേഹത്തെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. പ്രിയ ഷിൻസ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഉച്ചയ്ക്ക് തന്നെ വരുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുവാനും കർത്താവ് അവസരമൊരുക്കി. സ്തോത്രം. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സുവിശേഷ യോഗം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലെനിക്ക് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ കഴിയുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസൻ, അതുപോലെ മീറ്റിംഗ് ഉദ്ഘാടകനായി വന്ന സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ സജി ജോർജ് അവർകൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സജി പാസ്റ്റർ ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത്. അദ്ദേഹം ഓർപ്പിച്ചതുപോലെ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് വചന പഠനം നടത്തിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്തോത്രം സെക്ഷനിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയായി ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ കുടുംബത്തെയൊക്കെ കാണുവാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതരായ ഒരു വലിയ നിര ദൈവദാസന്മാർ തന്നെ ഇവിടെയുണ്ട്. എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗായക സംഘത്തിലെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ചുറ്റുപാടുകളിൽ നിന്നായി ഇവിടെ ഇന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു.
നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ അല്ലേ? സ്തോത്രം. ആരംഭ ദിവസത്തിന്റെ ചില പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായി. ജനറേറ്റർ പണി മുടക്കി, പിന്നെ അതിനോട് ബന്ധപ്പെട്ട കുറേ പ്രതിസന്ധികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. സാരമില്ല, ഓക്കെ. നാളെ തൊട്ട് കാര്യങ്ങളൊക്കെ ആകുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. സ്തോത്രം. കുഴപ്പമില്ല അല്ലേ? ഇത്രയും മനോഹരമായി കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചർച്ചിനകത്ത് വെച്ചൊരു ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാണ് ബുക്കിംഗ് ഉണ്ടായത്. പിന്നീടാണ് അത് കൺവെൻഷൻ എന്ന നിലയിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു പരുവത്തിലേക്ക് വന്നെത്തിയത്. സ്തോത്രം. കുഴപ്പമില്ല, എല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അന്ത്യകാലം കേൾക്കാനാണ് വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ അന്ത്യകാലത്തെക്കുറിച്ച് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്തോത്രം. ഞാൻ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടം അന്ത്യകാലത്തെക്കുറിച്ച് കേൾക്കാനാണ്. എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. സ്വർഗരാജ്യത്തിൽ പോകാനുള്ള ആവേശം മൂത്തിട്ടാണോ, അതോ കുറച്ചു ദിവസം കൂടെ ഇവിടെ നിന്ന് കറങ്ങാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയാൻ പാടില്ല. ആൾക്കാർക്കൊക്കെ അന്ത്യകാലം കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എസ്പെഷ്യലി വെളിപ്പാട് ദിവസമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? 10 തല 7 കൊമ്പ് ഇതൊക്കെ കാണാൻ എന്തിനാണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഞാൻ എന്താ പറയാ, 1/4 നൂറ്റാണ്ട് കൊണ്ട് ഇത് പ്രസംഗിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് പ്രസംഗിക്കുവാൻ. ഭയങ്കര സന്തോഷമാണ്. പണ്ട് പ്രസംഗിച്ച് തുടങ്ങിയ കാലഘട്ടത്തെക്കാൾ ഇന്ന് പ്രസംഗിക്കാൻ കുറച്ചുകൂടി എനിക്ക് സൗകര്യമുണ്ട്. കാരണം എല്ലാം ചുമ്മാ പത്രവാർത്ത പറഞ്ഞാൽ മതി അല്ലേ? പ്രവചനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുക, പത്രവാർത്ത പറയുക. കാരണം എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ പലതും നമുക്ക് ഇമാജിൻ ചെയ്ത് പറയണമായിരുന്നു. പലതും നമുക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് പറയണമായിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത വിധം കാര്യങ്ങൾ വളരെ സോഫ്റ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ടെലിവിഷൻ വരുന്ന ആദ്യകാലം അല്ലേ? അതിനു മുമ്പാണ് ടെലിഫോൺ വരുന്നത്. ടെലിഫോൺ അന്ന് ആരുടെയും കയ്യിൽ അങ്ങനെ ഇല്ല. സ്തോത്രം. അല്ല, നമുക്കറിയാം എക്സ്ചേഞ്ചിൽ നിന്ന് വീട് വരെ ഒരു കമ്പി വലിക്കേണ്ടി വരുന്ന രംഗം. വലിയ വലിയ കാശുകാരുടെ വീട്ടിൽ മാത്രമേ ഫോണൊക്കെ ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് കഴിഞ്ഞിട്ട് ടെലിവിഷൻ വന്നു. അപ്പോഴും ഗതി അതൊക്കെ തന്നെ ആയിരുന്നു. എല്ലാ വീട്ടിലും ടെലിവിഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടം. എങ്കിലും ടെലിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഹാനോക്കിനെയും ഏലിയാവിനെയും കാണുന്നത് ഇതിൽ കൂടെയാണ് അല്ലേ എന്ന് പറഞ്ഞ് ആദ്യ റൗണ്ടിൽ തന്നെ ആൾക്കാർ ഇതിനെ മേടിക്കുന്നതിനെ വിസമ്മതിച്ചു. കാരണം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്നവർക്കാണ് ഹാനോക്കിനെയും ഏലിയാവിനെയും കാണുന്നതെന്നും അല്ലേ? അതുകൊണ്ട് ഇത് മേടിച്ചാൽ അവരിവിടെ നിന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ആദ്യ റൗണ്ടിൽ TV മേടിച്ചില്ല. പിന്നീട് കുഴപ്പമില്ല, മേടിച്ചാലും സാരമില്ല, നമ്മളിവിടെ ഇല്ലാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നീട് മേടിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ വീട്ടിലും ടെലിവിഷനായി. ഇപ്പൊ പിന്നെ ടെലിവിഷനൊക്കെ ആൾക്കാരുടെ അടുത്ത് മൂലച്ചാരി, ആർക്കും ടെലിവിഷൻ ആവശ്യമില്ല. കാരണം എല്ലാവരുടെയും കയ്യിലും മൊബൈലായി അല്ലേ? അപ്പൊ എല്ലാവരുടെയും കയ്യിലും മൊബൈലായി കഴിഞ്ഞപ്പോൾ അതിന്റെ റേഞ്ച് പിന്നെയും മാറി അല്ലേ? ഇപ്പോ ടെക്നോളജി മാറി. ഇനി മൊബൈൽ നമുക്ക് ആവശ്യമില്ല എന്ന നിലയിലേക്ക് കഥ മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ഓരോ കാലഘട്ടത്തിലും നമ്മൾ വ്യത്യസ്ത വേർഷൻ എക്സ്പ്ലനേഷൻസ് പലതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാനോക്കിനെ ഏലിയാവിനെയും അല്ലെങ്കിൽ മോശയെ ഏലിയാവിനെയും കാണാൻ പോകുന്നു എന്നും അത് ഇങ്ങനെയാണ് എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പലതും പറഞ്ഞ ആൾക്കാരെ, പുതിയ തലമുറയൊക്കെ പേടിപ്പിച്ചിരുന്നൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി. ഇപ്പോ AI-യിലേക്ക് കഥ മാറി. ഇപ്പോ ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനത്തിനും AI കുറിച്ച് പിടിയില്ല എന്ന് എനിക്കറിയാം. സ്തോത്രം. കഥ മാറി. ഞാനത് പിന്നീട് വരും ദിവസങ്ങളിൽ ഞാൻ പറയാം. ഏതായാലും ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ആദ്യ റൗണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 1/4 നൂറ്റാണ്ട് മുമ്പിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ 666 വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ 666 വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കേണ്ട ചില ഊടുവഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിരുന്നു. സ്തോത്രം. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ വളരെ മുകളിലാണ് ഈ സാധനം വരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? വളരെ മുകളിലാണ് ഈ സാധനം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI-യുടെ ഡെവലപ്മെന്റ് വന്നപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിചാരം. സ്തോത്രം. ഇല്ലെങ്കിൽ വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും എന്തൊക്കെയാണ് നമ്മുടെ ടേസ്റ്റ് എന്ന് വരെ ഗവൺമെന്റിന് അറിയാം. നമുക്ക് എന്തൊക്കെയാണ് ടേസ്റ്റ് ഇതെല്ലാം ഗവൺമെന്റിന് അറിയാം. നമ്മൾ സ്ഥിരമായി സംസാരിക്കുന്ന പദപ്രയോഗങ്ങൾ എന്താണ്, നമുക്ക് ഏത് പാർട്ടിയോടാണ് ചായ്വ്, നമ്മുടെ മൈൻഡിന്റെ സിസ്റ്റം എന്താണ്, അത് ഏത് രീതിയിലാണ് ചലിക്കുക, ഇതൊക്കെ ഇന്ന് ഗവൺമെന്റിന് വേണമെന്ന് വെച്ചാൽ അറിയാം. അവരുടെ ഇന്റലിജൻസിന് വേണമെന്ന് വെച്ചാൽ ഇന്നത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആയി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ AI അത്ര അധികം ഡെവലപ്പ് ആയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം അല്ലേ? പണ്ടൊക്കെ നമ്മുടെ മൊബൈൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് സൂം ചെയ്ത് നമ്മൾ കറക്റ്റ് പോയിന്റ് ഇതൊക്കെ എടുക്കണം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എടുത്ത് ചുമ്മാ ഇങ്ങനെ പിടിച്ചാൽ മതി. ക്യാമറ എല്ലാം AI ആണ് അല്ലേ? അവരതനുസരിച്ച് പിന്നെ ആരെയാണ് സൂം ചെയ്യേണ്ടത് അത് സൂം ചെയ്തോളും. അങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാം ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് പുരോഗമനത്തിലേക്ക് മാറി. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട്
ശാസ്ത്രം എത്തി നിൽക്കുന്നത് ന്യൂറാലിങ്കിലേക്കാണ്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാം. ഞാൻ തുടക്കത്തിൽ എന്തിനാ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ടിപ്പോൾ അങ്ങനെ പറയണം തോന്നിയോണ്ട് ഞാൻ പറയുകയാണ്. ന്യൂറാലിങ്കിലേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും 24 hours സാറ്റലൈറ്റുമായി കണക്ട് ചെയ്തിടാനുള്ള ഒരു സിസ്റ്റം. അത് വളരെ പെട്ടെന്ന് പ്രാബല്യത്തിൽ എത്തിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോ ശാസ്ത്രം എന്താ പറയാ ഉഷാറായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാം ഇപ്പൊ മൊബൈൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, ഒരു MLA ഒളിച്ചിരുന്നു കുറെ ദിവസം. ആർക്കും അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, എവിടെയാണ് ഉണ്ടായിരുന്നത്. കാരണം അയാൾ മൊബൈൽ മാറ്റി വെച്ചിട്ടാണ് ഒളിച്ചിരുന്നത്. മൊബൈൽ കയ്യിൽ വെച്ചോണ്ടിരുന്ന അപ്പോൾ പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത വേർഷൻ വരാൻ പോകുന്നു. നമുക്ക് മൊബൈൽ വേണ്ട, ഇപ്പൊ സാധനം ഇറങ്ങിക്കഴിഞ്ഞു. കണ്ണാടി വെച്ചാൽ മതി. നമുക്ക് എന്താണ് കാണേണ്ടത് ഇതിൽ കാണാം, നമ്മുടെ കണ്ണാടി കാണാം. അടുത്തിരിക്കുന്ന ആർക്ക് കാണാനൊക്കെ ഇല്ല, നമുക്ക് കാണാം. നിങ്ങളുണ്ടോ രീതി അങ്ങ് മാറി കേട്ടോ. ഇപ്പൊ മൊബൈൽ നമുക്കിരുന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഓൺ ചെയ്തുകൊണ്ടിരുന്നാലേ കാണാനൊക്കെ. നമ്മൾ പിള്ളേരെയൊക്കെ വരട്ടാറുണ്ട്, കാണാതിരിക്കാൻ വേണ്ടിയുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്താറുണ്ടെങ്കിലും നമ്മുടെ കണ്ണുവെട്ടിച്ചവർ കാണാറുണ്ട് അല്ലേ? പക്ഷെ ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ണുവെട്ടിക്കാൻ പറ്റും? അവരെന്താണ് കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ എന്താണ് കാണുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല, നമ്മൾ ആരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല, നമ്മളെ ആരാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാന് പണ്ട് ചിന്തിച്ചിരുന്നത്, ഈ 666 എന്ന് പറഞ്ഞ ലോകം ഭരിക്കുന്ന ഭരണാധികാരിയുടെ പ്രതിമ എല്ലാവരും വീട്ടിൽ വെക്കേണ്ടുന്ന നിർബന്ധം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും എല്ലാവരും അതിനെ നിർബന്ധമായും നമസ്കരിച്ചേ തീരൂ എന്നും നമസ്കരിക്കാത്തവരെ ഒക്കെ അവർ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ കണ്ടതാണ്, പ്രതിമ എന്തായാലും റേഷൻ കാർഡ് കടയിൽ നിന്ന് നിർബന്ധമായിട്ട് നമ്മൾ മേടിക്കേണ്ടി വരും. ആധാർ കാർഡ് മേടിച്ചതുപോലെ അവരെന്തെങ്കിലും നിർബന്ധം വെക്കും. അപ്പൊ നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റുകയില്ല. മേടിക്കാത്തവർ അവർക്ക് പെട്ടെന്ന്, ഇപ്പൊ നമുക്കറിയാലോ, മേടിക്കാത്തവർ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാം. കാരണം അവരുടെ ആധാർ കട്ട് ചെയ്യാൻ പറ്റും. ആധാറിന് എന്തെങ്കിലും നമ്പർ അവർക്ക് കിട്ടിയാൽ മതി, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. എന്റെ കാറിന്റെ നമ്പർ കിട്ടിയാൽ മതി, മൊബൈൽ നമ്പർ കിട്ടിയാൽ മതി, റേഷൻ കാർഡിന്റെ നമ്പർ കിട്ടിയാൽ മതി, വോട്ടർ ഐഡി, ഏതെങ്കിലും ഒരു നമ്പർ എന്നോട് ബന്ധപ്പെട്ടത് കിട്ടിയാൽ മതി. എനിക്ക് എവിടെയൊക്കെ സ്ഥലം ഉണ്ടെന്നറിയാം, എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നറിയാം, എന്തൊക്കെ വണ്ടി ഉണ്ടെന്നറിയാം, എന്തൊക്കെ റിലേഷൻ, എന്തെല്ലാം എന്നെക്കുറിച്ച്, എനിക്ക് പാസ്പോർട്ടിൽ ഏതൊക്കെ രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ മനസ്സിലുണ്ടോ? ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെയാണ് പ്രത്യേകം. നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല, നമ്മളവിടെ ചെന്നാൽ മതി. അവർ പറയും ഇന്ന രാജ്യത്തിൽ പോയിട്ടുണ്ടല്ലേ, ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ് അവർ ചോദിക്കും. മനസ്സിലുണ്ടോ? നമ്മൾ ഇവരെങ്ങനെയാണ് പറയുന്നത്, ഇതെല്ലാം അവർക്ക് പറയാൻ പറ്റും. നമ്മുടെ കണ്ണിന്റെ റെറ്റിനെ മാത്രം കാണിച്ചാൽ മതി, അവർക്കെല്ലാം പറയും. ആ രീതിയിൽ ശാസ്ത്രം എന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, പണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത്, ഈ പ്രതിമ മേടിച്ച് വീടിന്റെ അകത്ത് കൊണ്ട് വച്ചിട്ട് നമ്മൾ നമ്മുടെ കർത്താവിനെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ അവൻ അറിയും അല്ലേ? കഥയൊക്കെ മാറിപ്പോയി. ഇപ്പൊ ചിപ്പിലേക്ക് കാര്യം മാറിയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ചിപ്പിലേക്ക് കാര്യം മാറി. ഇത് എഴുതിയിരിക്കുന്നത് ഇന്നേക്ക് 2000-ഓളം കൊല്ലങ്ങൾക്ക് പിറകിലാണ്. AD 96 വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും എന്നുള്ളത്. അപ്പൊ പണ്ടൊക്കെ നമ്മളൊരു ഉദ്ദേശം വെച്ച് പ്രസംഗിച്ചതാണ്. ഇന്നിപ്പോ ഉദ്ദേശമൊന്നും വേണ്ട, അതിന്റെ എന്താ പറയാ പത്ര കട്ടിങ്സ് നമുക്ക് എടുത്ത് വെച്ച് കാണിച്ച് സംസാരിക്കത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. അപ്പൊ ഈ ചിപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പോലീസുകാരൻ നമ്മളെ വഴിയിൽ വെച്ച് കണ്ടു, അവർക്കൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മളെ സ്കാൻ ചെയ്താൽ മതി, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വണ്ടിയുടെ ബുക്കും പേപ്പറും ഒന്നും കൊണ്ടു കിടക്കണ്ട അല്ലെ? വണ്ടി നമ്പർ തന്നെ അവരിങ്ങനെ അടിച്ചു നോക്കിയിട്ട് അവരെല്ലാ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. റോഡിൽ എവിടെ നിന്നുകൊണ്ട് വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കും, നമ്പർ അടിച്ചു നോക്കും. എന്തെങ്കിലും ഇല്ലെങ്കിൽ വീട്ടിൽ പേപ്പർ വരും. നമ്മളെ പിടിച്ചിരുന്ന ആ പഴയ പരിപാടിയൊക്കെ മാറി. പണ്ട് എല്ലാവരും പിടിച്ചു നിർത്തുന്ന അതെല്ലാം മാറി. മനസ്സിലാണ്ടോ? ലൈസൻസിന് വേണ്ടി മാത്രം ഇപ്പൊ പിടിച്ചു നിർത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഇനി മാറും. ഞാൻ പറഞ്ഞതിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ചിപ്പ് നമ്മുടെ കയ്യിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെറ്റിമേൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഫുൾ ഡോക്യുമെന്റ്സ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളെ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, MLA 14-15 ദിവസം വിളിച്ചിരുന്നില്ലേ, അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒറ്റ ക്ലിക്ക്, സെക്കൻഡ് ക്ലിക്കിൽ ആൾ എവിടെ നിൽക്കുന്നത് കറക്റ്റായിട്ട് അറിയാം. പിന്നെ നമുക്കൊരു പരിപാടി നടക്കില്ല. അപ്പൊ ഈ സാധനം എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ മുഴുവൻ ജനത്തെയും ഗവൺമെന്റിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ കൊണ്ടുവരിക. ഇതാണ് അതിന്റെ സിസ്റ്റം. അപ്പൊ അതിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. അത് ഈസി ആയിട്ട് നടക്കും. ലോകം മുഴുവൻ ഒരു ഗവൺമെന്റ് ഭരിക്കും. ആ ഒറ്റ ആളിന്റെ കയ്യിൽ മുഴുവൻ ജനത്തിന്റെയും ചിന്തിക്കുന്ന, അതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളെ ഫുൾ ടൈം സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിരുന്നാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നത് പോലും അവർക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ഇത് മാത്രമാണ് ഏക റിസ്ക്. ചിന്തിക്കുന്നത് മറ്റുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമല്ലേ, നമ്മുടെ പ്രൈവസിക്ക് പ്രശ്നമല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു ഡിബേറ്റ്. ആ ഡിബേറ്റ് ഒക്കെ മാറും. ഗവൺമെന്റിന് വിപരീതമായിട്ട് ആരും ചിന്തിക്കണ്ട എന്നൊരു തലത്തിലേക്ക് കഥ മാറും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെ സർവ്വ സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ് സൃഷ്ടിക്കുന്നത്. എല്ലാം ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള മുഴുവൻ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിരുന്നു. ചെകുത്താൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അവൻ പറയുന്നതിനപ്പുറം ചിന്തിക്കണ്ട എന്നുള്ളതാണ് അവന്റെ സംവിധാനം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു.
കഴിഞ്ഞ 2 കൊല്ലമായി എന്താ പറയാ, തുടർമാനമായ യുദ്ധമായിരുന്നു ഇസ്രായേലിൽ. ആ യുദ്ധം ഏറെക്കുറെ സമാപിച്ചു എന്ന് പറയാനൊക്കില്ല. ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത റൗണ്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനങ്ങ് തീർക്കുന്നതല്ല, അടുത്ത റൗണ്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആ യുദ്ധത്തിന്റെ രീതികളും നിങ്ങൾ ശരിക്കും വാച്ച് ചെയ്തെങ്കിൽ മനസ്സിലാകും. ചെറിയൊരു ഇതൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ തുടർമാനമായ ഭാഗത്തിലേക്ക് ഞാൻ കടക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ഇക്കണ്ട വർഷം എല്ലാം പ്രസംഗിച്ചിരുന്നത് അടുത്ത് നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ കക്ഷികൾ ആര് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ച് നമ്മളതൊക്കെ പറയും. ആ കക്ഷികളിൽ പ്രധാനമായും ഒരു സൈഡിൽ ഇസ്രായേലും മറു സൈഡിൽ ഇസ്മായേലുമാണ്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ഒരു സൈഡിൽ ഇസ്രായേലും മറു സൈഡിൽ ഇസ്ലാമുമാണ്. ഇത് രണ്ടും പക്കയായി തെളിഞ്ഞത് ഈ 2 വർഷത്തെ യുദ്ധമാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 2 വർഷത്തെ യുദ്ധമാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? ചാവുക എന്ന് പറഞ്ഞാൽ ഭീകരവാദികൾ വെറുതെ മരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ആൾക്കാർ മരിക്കുന്നുണ്ട്, കോൺഗ്രസിന് വേണ്ടി ആൾക്കാർ ഒരുപാട് മരിച്ചിരിക്കുന്നു, BJPക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, പല ഇസങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. അതുപോലെ ക്രിസ്ത്യാനിറ്റി എന്ന ഇസത്തിന് വേണ്ടി ചത്തു എന്ന് പറയുന്നു, സ്വർഗത്തിലൊന്നും പോത്തൊന്നുമില്ല. അതിലും വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ രക്തസാക്ഷിയായി നമ്മൾ സ്വർഗത്തിലൊന്നും പോകത്തില്ല, അങ്ങനെ ആരും വിചാരിക്കുകയും ചെയ്യരുത്. അതിനൊരുപാട് പേപ്പർ ശരിയായാലേ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. മരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. റോഡിൽ ഇറങ്ങുന്ന വായത്തെന്ന് പറഞ്ഞാൽ അവർ തല്ലിക്കൊല്ലും. മരിക്കുക എന്നുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്വർഗരാജ്യത്തിൽ ചെല്ലുക എന്നുള്ളത് ബുക്കും പേപ്പറും എല്ലാം ശരിയായാലേ പറ്റൂ. വേറെ എക്സ്ക്യൂസ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ആ മേഖലകളാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ രംഗം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ്ടോ? ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, വളരെ ഭയത്തോടു കൂടി. കാരണം ചർച്ചകൾ നമുക്ക് കുറവൊന്നുമല്ല, ഇഷ്ടം പോലെ ചർച്ച ഉണ്ട്. പക്ഷേ ജനത്തിനിടങ്കയും വലങ്കയും തിരിച്ചറിയാമോ എന്ന് ചോദിച്ചാൽ അത് ആശങ്കയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ 5 പ്രാവശ്യം വായിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ കഥ അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളൊക്കെ മിക്കവാറും ഒരു ധാരണയുള്ളത്, നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ ഓക്കെ ആയി എന്നുള്ളതാണ്, അല്ലേ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ, സ്നാനപ്പെട്ടായിരുന്നു, പെട്ടു, പിന്നെ നമുക്കൊരു സ്വർഗത്തിൽ പോകുന്നുള്ള ഏതാണ്ടൊരു കോൺഫിഡൻസ് ആണ്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. രണ്ടാമത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മൾ ഉദ്ദേശം വെക്കുന്നത് അന്യഭാഷ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉന്നം വെക്കുന്നത്, അല്ലേ? അത് പറയുന്നവർക്കറിയാം എല്ലാം പ്രാപിച്ചിട്ടൊന്നും അല്ല, ഒരു ഉദ്ദേശം വെച്ച് കീച്ചുന്നതാണ്. സ്തോത്രം. ഇതെല്ലാം നടന്നു പോകും. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമുക്കൊരു ചർച്ച് പാസ്റ്ററായിട്ടിരിക്കാനോ കൺവെൻഷൻ പ്രസംഗനായിട്ടിരിക്കാനോ രോഗശാന്തി നടത്താനോ ഭൂതശാന്തി നടത്താനോ ഒന്നും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. സ്തോത്രം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാതെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. വെറുതെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ 2 ദിവസം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ധാരണ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താം. നമ്മൾ ഇക്കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ പേഴ്സണലി ചിന്തിക്കണം. കർത്താവുമായിട്ട് എൻ്റെ ബന്ധം എങ്ങനെയാണ്? പേഴ്സണലി നമ്മളെല്ലാം അപ്പിനാണ് അവിടെ പോകേണ്ടത്. വേറെ അവിടെ ചെന്ന് നമ്മൾ ഏജിക്കാരനാണെന്നോ ഞാൻ ചച്ചകൂടുകാരനാണെന്നോ ഇന്നതാണെന്നോ ഇതൊന്നും പറയാൻ നമുക്കുള്ള വകുപ്പില്ല. പേഴ്സണലി ഹു ആം ഐ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓടിയതും അധ്വാനിച്ചത്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിശാചിന് നമ്മളെ സഹായിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ പറ്റും. ആരാധനയ്ക്ക് വരാൻ സഹായിക്കാൻ പറ്റും, അല്ലേ? കൺവെൻഷന് റെഫറൻസ് എടുത്ത് തരാൻ സഹായിക്കാൻ പറ്റും, വായിച്ചു തരാൻ സഹായിക്കാൻ പറ്റും, പാടാൻ സഹായിച്ചു തരാം. ഇതൊക്കെ പിശാച് നമുക്കിതിന് ചെയ്തു തരുന്നെന്നോ സഹായിക്കുന്നെന്നോ പറഞ്ഞിട്ട് യാതൊരു നഷ്ടവും പിശാചിന് ഉണ്ടാകാൻ പോകുന്നില്ല. പിശാചിന് നമ്മളെ ആരെയും 2025 തന്നെ തള്ളിയിട്ടേ തീരുവെന്ന് നിർബന്ധവും ഇല്ല. 2050 മതി. 2025 നമ്മൾ ഭയങ്കര കൃപയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിശാചിന് യാതൊരു പ്രയാസവും ഇല്ല. നമ്മൾ ഇവിടുന്ന് പെട്ടി കയറുന്നതിന്റെ തലേ ദിവസം അവന് കിട്ടിയാൽ മതി. അവന് നരകത്തിൽ കിട്ടിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 2025 അവസാനിക്കാൻ പോവുകയാണ്. രക്ഷിക്കപ്പെട്ട കാലം മുതൽ 2025 അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മുടെ ഡേറ്റ് ഈ ലാസ്റ്റിലാണോ നമുക്ക് അറിയത്തില്ല. ഞാൻ ഇന്നലെ ഒരു ഷവർ കഴിഞ്ഞാൽ വന്നേ, അപ്പൊ നമുക്ക് അറിയത്തില്ല. അതിൻ്റെയും തലേ ദിവസം ഞാനൊരു ഷവർ നടത്തിച്ചാൽ വന്നേ. അങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ഥിരം നടത്തേണ്ടി വരും, അല്ലേ? അപ്പൊ ഞാൻ എൻ്റെ ചർച്ചിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ ലിസ്റ്റിലുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഓടിയെത്താൻ എനിക്ക് പാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇന്നിവിടെ വന്നെത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. മെനങ്ങാന്ന് രാത്രിയിൽ ഫാദറിന് സുഖമില്ലാതായി, പെട്ടെന്ന് കണ്ണടച്ചുറക്കുമ്പോൾ സുഖമില്ലാതായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ വിചാരിച്ചു രാത്രി ഷിൻസ് പാസ്റ്റർക്ക് മെസ്സേജ് ഇടണം, പ്രാർത്ഥിക്കണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ഓടിയെത്താൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ കംഫർട്ടാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഓടി വരാൻ പറ്റത്തില്ല എനിക്ക്. മമ്മി മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഞാൻ ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മമ്മി അപ്പുറത്തെ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ മരണത്തോട് ബല്ലടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കർത്താവ് പറയുകയാണ്, നിനക്കിനി മമ്മിയെ കാണാൻ പറ്റത്തില്ല, വേണമെങ്കിൽ കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇപ്പം ഞാൻ കണ്ടാൽ കൺവെൻഷൻ പോകാൻ പറ്റത്തില്ല. ഒരുങ്ങി ഇറങ്ങിയ സമയത്താണ്. തിരിച്ച് താഴെ ഇറങ്ങി കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇതേ മെസ്സേജ് ഒന്നുകൂടി വരികയാണ്. പക്ഷെ ഞാൻ തിരിച്ച് കയറിയില്ല. കയറിയാൽ മീറ്റിങ്ങിന് പോകാൻ പറ്റത്തില്ല.
ഞാൻ നേരെ മീറ്റിങ്ങിന് പോയി. പ്രസംഗിച്ചൊരു പകുതിയായപ്പോൾ എനിക്കൊരു ക്ഷീണം അനുഭവിച്ചു. അപ്പം ഞാൻ ഇടയ്ക്കൊരു ഇൻ്റർവെൽ കൊടുത്ത് ഞാനൊരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തു. ഞാൻ വെറുതെ ഇരുന്നു. പിന്നെ എഴുതിയിട്ട് ബാക്കി പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് താഴെ ഇരുന്നപ്പോൾ എനിക്ക് പിന്നെ ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞു അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇതാണ് സംഭവം, എനിക്ക് മനസ്സിലായി. അല്ല എങ്കിലും ചർച്ചിലെ സെക്രട്ടറിക്ക് ഞാൻ ഫോൺ കൊടുത്തു. പിന്നെ അവർ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ച് അവർ കൂടി എൻ്റെ കൂടി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഓടിച്ചോളാം, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി, ഞാൻ തീരെ പൊട്ടണമെന്നല്ലോ അല്ലേ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പേപ്പർ കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. സ്വതന്ത്രം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവമക്കളെന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് ഇവിടെ ഒരുപാട് മരങ്ങളാണുള്ളത്. മരങ്ങൾ കേൾക്കുന്നതിനേക്കാളും അധികം എനിക്ക് നിങ്ങളോട് കൂടുതൽ പേഴ്സണലായിട്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മുടെ യാത്ര ഈ വർഷം തന്നെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് പേടിച്ചിട്ടൊന്നും കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ല, അതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട. ഏതായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് വിടപ്പെട്ട് പോയേ മതിയാകത്തുള്ളൂ. ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ല അല്ലെ. ഫുഡ് കൺട്രോൾ, ഞാൻ ഭയങ്കര ഫുഡ് കൺട്രോളാണ്, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഫുഡ് കൺട്രോൾ ഞാൻ ചെയ്യാനുള്ള കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം, വരും ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കാം അല്ലേ. അതൊക്കെ ചെയ്യണം, അതെല്ലാം നല്ലതാണ്, പക്ഷേ മരിക്കണം അല്ലെ. ഫുഡ് കൺട്രോളൊക്കെ ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ ആരോഗ്യത്തോടെ മരിക്കാം, അല്ലെങ്കിൽ കിടന്ന് വിഷമിച്ച് മരിക്കത്തില്ല. അതാ പ്രശ്നം. ആൾക്കാരെല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് നിന്ന് ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ കേട്ടോണ്ട് എടുക്കേണ്ടി വരും. നമ്മളങ്ങനെ എത്രയോ അടുത്ത് പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അത് ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു, നമ്മൾ എവിടേക്കാണ് പോകാൻ പോകുന്നത്, കൃത്യമായ ബോധ്യം നമ്മുടെ സംസാരത്തിൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉണ്ടാവണം. നമ്മളെ കാണുന്ന നാട്ടുകാർക്കും അത് മനസ്സിലാകണം, ഇവർ ഇന്ന യാത്രയ്ക്കുള്ളവരാണ്. ആ ബോധ്യം എല്ലാവർക്കും നമുക്കുണ്ടായേ പറ്റൂ. അതാകണം ഈ 5 ദിവസത്തെ മീറ്റിംഗ് കൊണ്ട് നമ്മുടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിച്ച് ഞാൻ വളരെ വേഗം ലിങ്കിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ ഒക്കില്ല. ഞാൻ വളരെ ബ്രീഫായിട്ട് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്ത് ഞാൻ അങ്ങ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് നിന്നാൽ തന്നെ 5 ദിവസം നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ലാസ്റ്റിലേക്ക് കണ്ടും പകൽ വല്ലതും നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ പകൽ കൂടി ഞാൻ ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ പ്രതീക്ഷിക്കുകയാണ്. ദാറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ സഹകരണം നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഉറങ്ങും, കുഴപ്പമില്ല. നിങ്ങളുടെ സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു ടേക്ക് ദ ക്ലാസ്, നോ പ്രോബ്ലം. പക്ഷേ ഇക്കാര്യം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇതെന്താണ് സംഭവം എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ പലപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം പകലില് ഒരല്പസമയം ഒരു ചർച്ചിന്റെ ഓൺലൈൻ മീറ്റിംഗ് വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത്രയും ജനത്തെ അവർ ചതിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ ചുമ്മാ ചതിക്കുകയാണ്. ആൾക്കാർ ഇങ്ങനെ ഓളം വയ്പ്പിച്ച് വെറുതെ ഇങ്ങനെ ബഹളം വയ്പ്പിക്കുന്നതല്ലാതെ ഇതെന്താണ് കഥയെന്ന് ഈ ജനത്തിന് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞില്ലെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. കാരണം എല്ലായിടവും ഫോക്കസ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, അനുഗ്രഹിക്കണ്ടേ? വേണം. നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ തരാൻ ദൈവം ശക്തൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. മറ്റേ നമ്മൾ ആഗ്രഹിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ സാധനം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയെന്നിരിക്കട്ടെ, നാളെ നിങ്ങൾ ഒരു ആഗ്രഹമില്ലാതെ വരുമോ? വരില്ല. ദൈവദാസന്മാരായ ഞങ്ങൾ പോലും വരില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം, ഞങ്ങളുടെ ഇപ്പോഴത്തെ ചർച്ച നിറയുക എന്നുള്ളതായിരിക്കും ചിലപ്പോ, കേട്ടോ അല്ലേ. നാളെ നമ്മൾ ഇത് ചർച്ച നിറഞ്ഞിട്ട് നാളെ നമ്മൾ വരികയാണ്, നമ്മുടെ ഐഡിയ മാറും. ഇതിന്റെ ചുമര അങ്ങോട്ട് മാറ്റണം, ഇത് ഇങ്ങോട്ട് മാറ്റണം, പിന്നെ നമ്മുടെ രീതി അടുത്ത ലെവലിലേക്ക്. അതുകൊണ്ട് നമ്മൾ അസ്തമിപ്പിക്കില്ല. അത് പിന്നെ നമുക്കൊരു ആത്മീക കാര്യമായിട്ട് പറയാം. ഞാൻ തൽക്കാലത്തേക്ക് അത് തൊടുന്നില്ല, അതവിടെ നിർത്തുകയാണ്. സ്തോത്രം. ഞാൻ അതിനെ പിടിച്ച് നിർത്തുകയാണ്. ഞാൻ എൻ്റെ ചർച്ചിൽ കൂടുതൽ ടൈം ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. കൂടുതൽ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ആൾക്കാരാണുള്ളത്, പക്ഷേ കൂടുതൽ ടൈം ഞാൻ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പാവജനത്തിന് ഒന്നും അറിയില്ല. പറഞ്ഞതിന്റെ സാരം മനസ്സിലാണ്ടോ? പാവജനം ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, ഇവരെല്ലാവരും സ്നാനപ്പെട്ടവരാണ്. എല്ലാവരും പാട്ട് സ്പീഡിൽ പാടിക്കൊടുത്താൽ കൈയടിക്കുകയും ഏതാണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കഥ ഇവർക്കറിയില്ല. കാരണം ഞാൻ പേഴ്സണലി ഇരുന്ന് സംസാരിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലാകുന്നുണ്ട്, കഥ ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ചർച്ചിൽ നിന്ന് അടുത്ത ചർച്ചിലേക്ക് ചാടി പോകാൻ വലിയ വിഷമമൊന്നുമില്ല. ഒരു ചർച്ചിലും പോകാതിരിക്കാനും വിഷമമില്ല, ഒരു ചർച്ചിലും പോകാതിരിക്കാനും ഒരു വിഷമമില്ല. എന്നെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ, ഇപ്പോഴും ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴും അവരെന്നെ കോൺടാക്ട് ചെയ്തു. ഒരു സഹോദരി എൻ്റെ അടുത്ത് ഹാർഷായിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടു. എന്നെ നല്ല പരിചയമുള്ള സഹോദരിയാണ്. അപ്പോൾ അവർ മെസ്സേജ് ഇട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇനിമേലിൽ ഞാൻ ചർച്ചിൽ പോവില്ല. കുറേ അപ്പോൾ എനിക്ക് ആരാണെന്ന് പിടികിട്ടിയില്ല. ഞാൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ യോഗ്യമായി പറഞ്ഞില്ല. ഞാനതുകൊണ്ടങ്ങ് ഞാൻ കളഞ്ഞു. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ മെസ്സേജ് ഇട്ട്
കുറച്ചുകൂടി പരുക്കനായി അവർ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ വിഷയം പറഞ്ഞു. വിഷയിച്ചൊരു ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, ഞാൻ 15-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടയാളാണ്. പുള്ളിക്കാർ പറഞ്ഞു, ഞാൻ 15-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുത്തി? അതുകൊണ്ട് എനിക്കിനി കർത്താവ് വേണ്ട. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർ കർത്താവുമായിട്ട് ബന്ധമില്ല. കർത്താവിനെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നതിന് കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായി നടക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ സാരം മനസ്സിലുണ്ടോ? അടുത്ത ഈ കുട്ടി പിന്മാറ്റത്തിലേക്ക് പോയി. അപ്പോൾ കുട്ടിയെ ഇന്ന് അവർ എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവൾ ദൂരെ ഇവിടെ പഠിക്കുകയാണ്, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ട് എൻ്റെ പറഞ്ഞു, സാർ ഞാൻ അവളെ കൊണ്ടുവന്ന് സാറ് സംസാരിക്കാൻ വേണ്ടി വരണം. അപ്പോൾ കുട്ടി പറയാണ്, എനിക്കിനി കർത്താവ്, അപ്പോൾ കുട്ടി സ്നാനപ്പെട്ട ആളാണ്. കുട്ടി പറയാണ്, എനിക്ക് കർത്താവിനെ ഇനി വേണ്ട, എനിക്ക് ബൈബിളും വേണ്ട, എനിക്ക് കാത് കുത്തിത്തരണം, എനിക്ക് ബാക്കിയെല്ലാം ചെയ്തു തരണം, എനിക്ക് ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. കുട്ടി പറയുന്നത് തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴും കുട്ടി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൻ്റെ കാര്യം പോട്ടെ, അല്ലേ? ഇതെല്ലാം പ്രശ്നമാണ്. അപ്പൊ ഇവരിൽ ആരാണ് ഈ രക്ഷ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താണ് കണ്ടിരിക്കുന്നത്? നമ്മുടെ ഒരു സപ്പോർട്ടറായിട്ടാണോ നമ്മൾ കണ്ടിരിക്കുന്നത്? നമ്മുടെ ഒരു ഹെൽപ്പറായിട്ടാണോ നമ്മൾ കണ്ടിരിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തരികയാണെങ്കിൽ, കർത്താവേ നിന്റെ ചർച്ചയിൽ എല്ലാ ആഴ്ചയും വന്നോളാം, അല്ലേ? അതും അനുഗ്രഹം ഒരുപാടായിപ്പോയാൽ വരാനും പറ്റത്തില്ല. ഇച്ചിരി റിസ്ക് ആണ്. കാരണം അനുഗ്രഹം ഒരുപാടായിപ്പോയാൽ പിന്നെ വരാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് കെട്ടി വരുന്നുണ്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവകൾ ഒഴിവാക്കുന്നത്. അയ്യോ മക്കളെ, ഇത് സീരിയസ് ആണ്. എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ ഉദ്ദേശിക്കും പോലെ കാര്യങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലൊരു നല്ല ദൈവമില്ല. ഞാൻ ഉദ്ദേശിക്കും പോലെ കാര്യം പോകുന്നില്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ വിവാഹം നടന്നില്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ കുഞ്ഞുങ്ങൾ ലഭ്യമായില്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ടിരുന്നില്ലെങ്കിൽ, എനിക്ക് ഈ ദൈവത്തെ വേണ്ടെന്നൊരു നിലവാരത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ അതപ്പതിച്ചു പോവുകയാണ്. അവിടെയാണ് ഈ റിസ്കി സ്റ്റേജിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവമക്കളെ, അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലോകത്തിന്റെ അന്ത്യകാലം അങ്ങ് വിട്ടേക്കാം. നമ്മുടെ അന്ത്യകാലം നോക്കൂ. നമ്മൾ ഇനി എത്ര നാൾ ഇവിടെ ഉണ്ടാവും? ഡു യു ഹാവ് എനി കാൽക്കുലേഷൻ? ചുമ്മാ ഇരിക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, എത്ര കാലം ജീവിച്ചിരിക്കാനാണ് സാധ്യത? 2025 അല്ലെങ്കിൽ 30 ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്, എനിക്ക് 2050 അടുത്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ 50-നും 60-നും ഇടയ്ക്ക് ഉറപ്പായിട്ട് പോകേണ്ടി വരും. 60-ന് മേളിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇത് വേറെ ഒരു കുഴപ്പമില്ലെങ്കിലാണ് കേട്ടോ. ശരിക്കും ഹെൽത്തി ആയിട്ടിരുന്നാൽ, ആരും തല്ലിക്കൊല്ലാതിരുന്നാൽ, ഒരു പ്രതിസന്ധി ഉണ്ടാവാതെ ഭംഗിയായിട്ട് പോയാൽ 50-ക്ക് 60-ക്ക് ഇടയ്ക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ 25 മുതൽ 35 വരെയുള്ള കൊല്ലം മാത്രമേ ഇനി എനിക്കുള്ളൂ എന്നുള്ളതാണ് സാരം. എന്ന് പറഞ്ഞാൽ 50ഓളം കൊല്ലം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച കാര്യം, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെയധികം ചിന്തിപ്പിച്ച കാര്യം, ഏറെക്കുറെ 1/2 നൂറ്റാണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ ഇരുന്നിരിക്കുകയാണ്. 50 വയസ്സായില്ല കേട്ടോ, തല മാത്രമേ അങ്ങനെ ആയുള്ളൂ. തിരിച്ചൊരു വയസ്സിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ലുക്ക് കം ബാക്ക്. ശരീരത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആദ്യ റൗണ്ടിൽ ഹെവി ആയിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ശരീരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, ശരീരത്തിന് ഈ കഴിക്കുന്ന ഇത്രയും സാധനം വേണ്ട. പിന്നെ ഞാൻ കുറേ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ പഠിച്ച് ഇപ്പോൾ പഠിച്ച് വന്നപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കണോ, ഗോതമ്പ് കഴിക്കണോ, പിന്നെ അത് കഴിക്കണോ, ഇത് കഴിക്കണോ, ഇഡ്ഡലി കഴിക്കണോ, ഇതല്ല നോക്കേണ്ടത്. കുറെ കൂടി താഴേക്ക് വന്നപ്പോൾ ഇപ്പം നമ്മൾ നോക്കേണ്ടത് പ്രോട്ടീൻ കഴിക്കണോ, കാർബോ കഴിക്കണോ, ഇത് കാൽസ്യം കഴിക്കണോ, ഇതിലെന്താണ് കണ്ടോ? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ബേസിക്. അയ്യോ, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. 1/2 നൂറ്റാണ്ടോളം ഈ ശരീരം ചുമന്നൂർ നടന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബോഡിക്ക് ഇത് എന്താണ് ആവശ്യം. വേണ്ടാത്തത് ഓവർലോഡ് കടത്തി കൊടുത്താൽ ഈ ബോഡി പെട്ടെന്ന് വീക്കാവുകയും വീടിന് ചത്തുപോവുകയും ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യത്തെ ബാധിക്കും. എന്നെ ചിന്തിപ്പിച്ചത് അതിനേക്കാൾ അപ്പുറത്താണ്. എൻ്റെ ബോഡിയെക്കുറിച്ച് പോലും ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ലെങ്കിൽ, എനിക്കൊരു അറിവും ഇല്ലെങ്കിൽ, എൻ്റെ അകത്തെ മനുഷ്യനെ എന്താണ് ലോഡ് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്കൊന്നും അറിയില്ല, അല്ലേ? നമുക്ക് ഗോലിയത്തിന്റെ കഥ കിട്ടിയാൽ അത് ധാരാളമാണ്. ഉപമകൾ കിട്ടിയാലും നമുക്ക് ധാരാളമാണ്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കിട്ടി ഒന്ന് കയ്യെ കടിച്ച് ഓളം വെക്കുക, വീട്ടിൽ പോവുക, ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് ഒരാഴ്ച നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പ്രയാസമൊന്നുമില്ല. ഒരാഴ്ച ബൈബിൾ വായിക്കാൻ പറ്റില്ല, എന്ത് പ്രയാസം? ഒരാഴ്ച പ്രാർത്ഥിക്കാൻ പറ്റില്ല, എന്ത് പ്രയാസം? അങ്ങനെ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത എത്രയോ പേർ ഇന്നും ദൈവമക്കളായി ജീവിക്കുന്നതെന്നറിയാവോ? മൊത്തം ഒരുമാതിരി ശ്മശാന മൂകത ഉണ്ടായത് കണ്ടോ? ഇതാണ് അന്ത്യകാലം നേരെ ചൊവ്വേ പറഞ്ഞുള്ളൊരു പ്രയാസം. ഇത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ നമ്മൾ ചർച്ചിൽ ആക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ
ഭയങ്കര ആക്റ്റീവാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വിശ്വാസി എൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ അമ്മയും അപ്പനും ചർച്ചിൽ വരികയാണെങ്കിൽ ഞാൻ വരുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിൽ പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മയും അപ്പനും പോകുന്ന ചർച്ചയിൽ നിന്ന് വേറെ ചർച്ചയിൽ പോകും. മൊത്തം കഥ പിടിയിട്ടുണ്ടോ? ഫാനിന് മാത്രം പിടിയിട്ടില്ല. അതാണ് ഫാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കഥ പിടിയിട്ട് നിങ്ങൾക്ക് നമ്മളേത് ചർച്ചപ്പെട്ടും കാര്യമില്ല, എത്ര തുള്ളിയിട്ടും കാര്യമില്ല, എത്ര ട്രാക്ട് കൊടുത്തിട്ടും കാര്യമില്ല. ഈ ലിങ്ക് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പിശാചിന്റെ കളി. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഞാനതിവിടെ പറഞ്ഞതിലേക്ക് കടക്കുകയാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പുത്രൻ ഭൂമിയിൽ വന്നിട്ട് യാത്രയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയാണ്, പിതാവേ, അങ്ങ് ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ ഒന്നാവണം. ഇസ് ഇറ്റ് പോസിബിൾ? അത് പോസിബിൾ അല്ലെങ്കിൽ മെനക്കേട് വേസ്റ്റാണ്. ഇവർ തമ്മിൽ ഒന്നാവണം, ഇവർ നമ്മിൽ ഒന്നാവണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കൃപയാൽ ഒരു പിടിയില്ലാതിരിക്കുകയാണ്. പൗലോസ് അതിനെക്കുറിച്ച് പഠിപ്പിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിനെ നിങ്ങളെ അറ്റാച്ച് ചെയ്ത് ഞാൻ പഠിപ്പിക്കും. ഇതെല്ലാം അറ്റാച്ച് ചെയ്ത് ഞാൻ പോവും. പൗലോസ് അന്ന് പഠിപ്പിച്ചത് നമ്മൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. പൗലോസിന് അന്ന് അത്രേ അറിവുള്ളൂ കേട്ടോ. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ. എൻ്റെ വിരൽ ഇങ്ങനെ പിഴുതെടുത്ത് കളയാൻ പറ്റത്തില്ല. കാരണം ഈ വിരലിന് എവിടെയൊക്കെ ബന്ധമുണ്ടെന്ന് അറിയാവോ? ബ്രെയിൻ റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് മൂപ്പരിങ്ങനെ അനങ്ങുന്നേ. അവിടെ നിന്ന് മെസ്സേജ് വരുന്നത് പോലെ പുള്ളി ഇങ്ങനെ വർക്ക് ചെയ്യും. ഹാർട്ടുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പമ്പിങ് വരുന്നത്. അപ്പോൾ ബ്ലഡുമായിട്ട് നല്ല ബന്ധമാണ്. അത് ഉച്ചം തല തൊട്ടും അങ്ങ് കാലിൽ വരെയും ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നിയിൽ വന്ന് ശുദ്ധീകരിക്കുന്നു, ഹാർട്ടിൽ വന്ന് ശുദ്ധീകരിക്കുന്നു, പിന്നെയും പമ്പ് ചെയ്യുന്നു, എല്ലായിടത്തേക്കും വരുന്നു. അപ്പൊ ഈ വിരലിന് എനിക്ക് പറിച്ചു മാറ്റാൻ പറ്റത്തില്ല. അത്തരത്തിലൊരു ബന്ധം നമുക്ക് തലയായ ക്രിസ്തുവുമായിട്ടും ശരീരമാകുന്ന നമ്മുടെ സഭയുമായിട്ടും ഉണ്ടോ? കൃപയാൽ ഇല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് ശരീരത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗം സെല്ലെന്ന് കണ്ടുപിടിച്ചത്. സെല്ലാണെന്ന് കണ്ടുപിടിച്ചത്. ഇപ്പൊ ശാസ്ത്രം ഭയങ്കര സംഭവം എന്ന് പറയേണ്ട ഉമ്മർ നടക്കുകയാണ്. ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പും ഇല്ല അതിനകത്ത്. ഞാനതൊക്കെ പറയാം. അപ്പൊ ശാസ്ത്രം പറയാണ് സെല്ലാണ് ഏറ്റവും ചെറുത്. ഇപ്പൊ പൗലോസ് കണ്ടപ്പോ ശരീരം അവയവങ്ങളല്ലോ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നാ പഠിപ്പിച്ചേ. അത് മാറി സെല്ല് കണ്ടുപിടിച്ചു. പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സെല്ലല്ല, ആറ്റമാണ് വലുത്. ഇപ്പൊ അവർ പറഞ്ഞ ക്വാർക്കാണ് വലുത്, ക്വാർക്ക്. നാളെ അവർ വേറെ എന്തെങ്കിലും പറയും കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യം പറയാനുള്ളത്, അത് പറഞ്ഞിച്ച് ഞാൻ മെസ്സേജിലേക്ക് കടക്കുകയാണ്. കാരണം ഇനി എനിക്ക് ചിലപ്പോൾ ഇതിന്റെ ബേസ്മെന്റ് ഇത്രയും പറയാൻ സമയം കിട്ടിയെന്ന് വരില്ല. ക്വാർക്ക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തൊരു സാധനമാണ്. ക്വാർക്ക് 6 ഐറ്റം ഉണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. 3 ക്വാർക്ക് ചേരുമ്പോൾ ഒരു പ്രോട്ടോൺ, 3 ക്വാർക്ക് ചേരുമ്പോൾ ഒരു ന്യൂട്രോൺ. അതിൽ ചേരുന്ന ക്വാർക്കിന്റെ വ്യത്യാസമുണ്ടേ. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കണം. നിങ്ങൾ ഇത്രയും മതി ഓർക്കണേ. 3 എണ്ണം ചേർന്നാലേ ഒരു പ്രോട്ടോണോ ഒരു ന്യൂട്രോണോ ആകത്തുള്ളൂ. അതിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടി ചേർന്ന് കഴിയുമ്പോൾ മാത്രമേ ഒരു ആറ്റം ആകത്തുള്ളൂ. അപ്പോഴാണ് അതിനകത്ത് ജീവൻ വരുന്നത്, ന്യൂക്ലിയസ് വരുന്നത്. ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചതാണേ. ശാസ്ത്രം ഉണ്ടാക്കിയതല്ല, അവർ കണ്ടുപിടിച്ചതാണ്. കുരങ്ങിൽ നമ്മൾ ഉണ്ടായെന്ന ഈ ഗുരു പറയുന്നേ, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പൊ അവരെത്തി നിൽക്കുന്ന ഏറ്റവും ബാക്കിലെത്തത് ജീവനില്ലാത്ത അചേതനമായ ഇനാനിമേറ്റ് ആയ ക്വാർക്സ്. ക്വാർക്സ് 3 എണ്ണം ചേർന്നാലേ ഒന്നാവുള്ളൂ. നമ്മളൊരു 3 എണ്ണം ചേരാൻ സാധ്യതയുണ്ടോ? ഒരു ഭാര്യ ഭർത്താവ് പോലും ചേരില്ല, പിന്നല്ലേ വേറെ ഒരെണ്ണം കൂടെ ചേരാൻ പോകുന്നേ. ഇപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ആ യൂണിറ്റി എന്ന സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ സ്നാനക്കുളത്തിൽ ഇറങ്ങി മുങ്ങുന്നത് എന്തിനാണ്? ചുമ്മാ നനയ്ക്കാൻ വേണ്ടിയല്ല. ഈ ഒന്നായി ചേരൽ പദ്ധതിക്ക് വേണ്ടിയാണ്. മുങ്ങി കയറിയിട്ട് നമ്മൾ എവിടെ ഒന്നാവാൻ? ഒന്നാവേയില്ല, നന്നാവേയില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് മുക്കിവിട്ട ഉപദേശം പോലും ചീത്ത പറയും. ശരിയല്ലേ? ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്നിട്ടാണ് നിങ്ങൾ അന്ത്യകാലം കേൾക്കാണ്ടിരിക്കുന്നതെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ പെന്തക്കോസ്തുകാരെ മൊത്തത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു കാഹളം ധ്വനിപ്പിക്കുന്നു എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അവിടെയാണ് പിശാചിന്റെ വിജയം. പിശാച് വിജയിച്ചിരിക്കുന്നത് നമ്മൾ കൂട്ടമായിട്ട് ഈ പോകുന്ന ഉറപ്പിലാണ്, ഇല്ലേ? സത്യമായിട്ട് ഉറപ്പിലാണ്. ഇതാണ് പ്രശ്നം. ബൈബിൾ വിടർത്തി വായിക്കണം, ബൈബിൾ വിടർത്തി ഗ്രഹിക്കണം. നമ്മൾ ആ ഭാഗത്തിലേക്കാണ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ നയിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നത്. സ്തോത്രം. അല്ലാതെ കുറച്ച് പ്രസംഗം കേട്ട് പോവുക എന്നുള്ളതല്ല. ആദ്യത്തെ കൺവെൻഷൻ തന്നെയാണ്. അതിനകത്ത് കർത്താവ് കൃത്യമായി കാര്യം ചെയ്തെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പടമൊക്കെ കാണിക്കാം, യു ഡോണ്ട് വറി. അതൊക്കെ കാണിക്കാം, ഇഷ്ടംപോലെ ഉണ്ട്. ഓൺ TV നിറച്ച് പടമാണ്. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? 3 ക്വാർക്സ് ഒന്നിച്ചാലേ ജീവൻ വരത്തുള്ളൂ എന്ന്.
അതുപോലെ മൂന്നുകൂടി ചേർന്ന ഒരെണ്ണം കൂടി, പ്രോട്ടോൺ, ന്യൂട്രോൺ, ദെൻ ഒരു ഇലക്ട്രോൺ കൂടി ചേരുമ്പോഴാണ് ഒരു ആറ്റം. കേട്ടോണേ, 100 ട്രില്യൺ ആറ്റം ചേരുമ്പോഴാണ് ഒരു കോശം. കോശം കണ്ണുകൊണ്ട് കാണാക്കൂലേ? 100 ട്രില്യൺ കോശം ചേരുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബോഡി. ഞാൻ പറയാൻ മനസ്സിലായോ? എത്ര ഒരുമിക്കൽ നടന്നു നോക്കിയേ. 3 ക്വാർക്സ് ചേർന്നാലേ ഒരു 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 പ്രോട്ടോൺ ആകത്തുള്ളൂ. അടുത്ത 3 കൂടെ ചേരുമ്പോഴേ ന്യൂട്രോൺ ആകത്തുള്ളൂ. അടുത്തൊരു ഇലക്ട്രോൺ. ഇത്രയും ചേർന്നാലേ ഒരു ആറ്റമാവൂ. അങ്ങനെയുള്ള 100 ട്രില്യൺ ചേരുമ്പോഴാണ് ഒരു കോശം. അങ്ങനെയുള്ള 100 ട്രില്യൺ ചേരുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബോഡി. അതിലാണ് വിരല്, നാക്ക്, ചെവി, മൂക്ക്, അത് അവയവങ്ങൾ. അതിന്റെ ബേസിക്കിലേക്ക് പോകുമ്പോൾ, ക്വാർക്കിലേക്ക് പോകുമ്പോൾ, ഞാൻ ഇന്ന ജാതിക്കാരൻ ഇന്ന മതക്കാരൻ എന്നൊന്നുമില്ല. ഇത്രയും ഡെവലപ്മെന്റിലേക്ക് വരുമ്പോഴാണ് നാക്കും മൂക്കും ഒക്കെ സെപ്പറേറ്റ് ആയി കാണുന്നത്. കണ്ടോ എത്ര ഐക്യത അതിനകത്തുണ്ടെന്ന് നോക്കിയേ. ഈ ശരീരത്തിൽ, എന്റെ ശരീരത്തിൽ ഒരൊറ്റ കോശം പോലും ഐക്യത ഇല്ലാതെ നിൽക്കുന്നില്ല. നിന്നാൽ അത് ക്യാൻസർ ആവും. ഒറ്റ കോശം എന്റെ ശരീരത്തിൽ എന്റെ ബാക്കി കോശങ്ങളോട് ചേരാതെ നിന്നാൽ, DNA നിന്ന് ഔട്ട് മെസ്സേജ് അവന് വന്നാൽ, ക്യാൻസർ അങ്ങനെയാണ് വരുന്നത്. DNA മെസ്സേജ് കൊടുക്കുന്ന സാധനമാണ്. അവൻ മെസ്സേജ് മിസ് ചെയ്ത് കൊടുത്താൽ ആ കോശം ഓപ്പോസിറ്റ് ആയിട്ട് വർക്കാവും. അവൻ ക്യാൻസർ ആണ്. നമ്മളിൽ എത്ര എണ്ണം ചർച്ചിൽ ക്യാൻസർ ആണ്? മനസ്സിലാകുന്നുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളിൽ എത്ര എണ്ണം ചർച്ചിൽ ക്യാൻസർ ആണ്? തലവേദനയാണ്. പാസ്റ്റർക്ക് തലവേദന പോട്ടെ, പരിശുദ്ധാത്മാവിനും മഹാതലവേദനയാണ്. ശരിയല്ലേ? ഏതായാലും 5 ദിവസത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ ഇതൊന്നും പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. ആർക്കോ ഒരാൾക്ക് വേണ്ടി ചിലപ്പോൾ നാളെ വരാൻ പറ്റാത്ത ആരോ വന്നിട്ടുണ്ടാവും. നിർബന്ധമായും അയാൾ കേൾക്കണമെന്ന് കർത്താവിനുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. ദാറ്റ്സ് വൈ ഐ ആം ടോക്കിംഗ്. മാന്യ ദൈവമക്കളെ, ഗൗരവമായി കാര്യത്തെ നമ്മൾ വിലയിരുത്തണം. ഞാൻ തലയാകുന്ന കർത്താവിന്റെ ശരീരമാകുന്ന ഉടലിന്റെ ഒരു മെമ്പറാണോ? Can I accept others? എനിക്ക് മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സ്വർഗം കർത്താവ് ഉണ്ടാക്കേണ്ടി വരും. അത് ഭയങ്കര റിസ്ക് ആണ്. പിടികിട്ടുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് പിടികിട്ടി. ഫൈൻ. പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നു. ഭയങ്കര രഹസ്യമാണേ. ഇന്നും ശാസ്ത്രലോകം ഏറ്റവും മെനക്കെട്ടിരിക്കുന്ന ആ ഒരു പ്രശ്നമാണ്. 3 ആണോ 2 ആണോ 1 ആണോ എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് മിസ്റ്റീരിയസ്. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാവണം, എന്നിട്ട് ഇവർ നമ്മിൽ ഒന്നാവണം. ഇതാണ് കർത്താവ് വന്ന എന്റെ പ്രോജക്റ്റ്. സ്വർഗത്തിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ പ്രോജക്റ്റ് ഇതാണ്. ഇതിൽ വിജയിച്ചവർ മാത്രമേ മുകളിലേക്ക് എടുക്കപ്പെടൂ. ബാക്കി എല്ലാവരും ഇവിടെ കാണും. അതുകൊണ്ട് കാഹളം ധനിക്കും ഇവിടെ ഭയങ്കരമായിട്ട് പള്ളി പൂട്ടിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിടിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളെ കാണാതെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് അടുത്തിരിക്കുന്ന ആളിനും തോന്നുന്നത്. സ്തോത്രം. വളരെ കുറച്ചുപേരെ കാണാതെ, അവരെ കാണാതെ പോയി ആരും അറിയത്തുമില്ല. മനസ്സിലായത് നിങ്ങൾക്ക്? എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. മാന്യ ദൈവമക്കളെ, ഗൗരവത്തോടെ കാര്യത്തെ ചിന്തിക്കണം. ഈ 5 ദിവസം ചിലപ്പോൾ ദൈവം നമുക്ക് കരുണയാൽ തന്നിരിക്കുന്നതായിരിക്കാം. ദൈവത്തിന്റെ കരുണ അങ്ങനെയാണ്. ദൈവം നമ്മളോട് അങ്ങനെ കരുണ കാണിച്ചിട്ടാണ് നമ്മളോട് ദൈവം ഈ അവസരം നൽകുന്നതെങ്കിൽ നമ്മളത് വിനിയോഗിക്കണം. നമ്മൾ നിർബന്ധമായും ഒരുങ്ങണം. വചനം വായിക്കേണ്ടതുപോലെ നമ്മൾ ഇരുന്ന് വായിക്കണം, മെനക്കെട്ടിരിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ ചർച്ച് ഹിസ്റ്ററിയൊക്കെ പഠിപ്പിക്കുകയാണ്, തിയോളജിയൊക്കെ പഠിപ്പിക്കുകയാണ്. കാരണം അവർക്ക് അറിയത്തില്ല. അവരിങ്ങനെ മുട്ടുവേദന, പല്ലുവേദന, തലവേദനയായിട്ട് നടക്കുകയാണ്. കുറെ കുപ്പി വെള്ളമായിട്ട് നടക്കുകയാണ് പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടി. അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചർച്ചിൽ അവിടെ ഞാൻ ഓരോ ടാപ്പ് വെച്ചാൽ അതിൽ നിന്ന് പിടിച്ചോണ്ട് പോവുക, പ്രാർത്ഥിച്ച വെള്ളം. അങ്ങനെ ഒരു ബോർഡും വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം മെനക്കെട്ടില്ല, അവരതിൽ നിന്ന് പിടിച്ചോണ്ടങ്ങ് പോക്കോളും, സാരമില്ല. സ്തോത്രം. ഇപ്പം എല്ലാവരും അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷത്തിന് നന്ദി. ലെറ്റ്സ് കം ബാക്ക്. ക്രിസ്തു വന്നതിന്റെ പ്രോജക്റ്റിൽ എനിക്ക് അംഗമാകണം. ആ രക്ഷണീയ പദ്ധതിയിൽ എനിക്ക് പങ്കുചേരണം. എനിക്ക് അക്കരെ നാട്ടിൽ ചെല്ലണം. കർത്താവിന്റെ മടങ്ങി വരവിന് സമയം പണ്ടെന്നത്തെക്കാൾ ആഗതമായിരിക്കുന്നു. മെയ്യിലെ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിലെ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. വേൾഡ് വൈഡ് ഇത് വല്ലാത്തൊരു ടെമ്പറാണ്. നമ്മളിന്ന് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഹൈ ടെമ്പറാണ്. മനസ്സിലുണ്ടോ? അതിൽ പ്രധാനപ്പെട്ട ശക്തി ഇസ്ലാമാണ്. അത് വളരെ സ്ട്രോങ് ആയി ലോകരാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു.
സിറിയയിൽ നിന്ന് 2023 2030 അകത്ത് ലോകം ഭരിക്കാൻ ഒരു ഭരണാധികാരി എത്തുമെന്നാണ് അവരുടെ നിഗമനം. ഇഫ് സോ, അയാളാണ് വചനം പറയുന്ന എതിർ ക്രിസ്തു, അവര് പറയുന്ന ആൽ മഹദി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടല്ലോ, വേൾഡ് വൈഡ് ഈ പൊളിറ്റിക്സ് ആ നിലയിൽ ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ്. മറുഭാഗം ദൈവസഭയ്ക്കകത്തെ ക്ഷീണവും ഒരുപോലെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഫുൾ സ്കെച്ച് നിങ്ങളുടെ ഉള്ളിൽ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ കാര്യം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഞാൻ ചർച്ച ഹിസ്റ്ററിയുടെ ഒരു ഭാഗം കൂടി കയറി വരും ഇടയ്ക്ക്. ആ സമയത്ത് ഇതിന്റെ ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് തരാം. ഓക്കെ, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും വരിക. സ്വതന്ത്രം ഇടയ്ക്ക് വന്ന് നോക്കിയോട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. ഇടയ്ക്ക് എന്തെങ്കിലും കണ്ടെന്ന് പോയെന്ന് ഒരു മിന്നാരം പോലെ പോയെന്നേ വരത്തുള്ളൂ. സ്വതന്ത്രം മാക്സിമം ഞാൻ ഓടിച്ച് ഭാഗങ്ങൾ സംസാരിക്കാം. ഇസ്രായേൽ ഹിസ്റ്ററിയിൽ വലുതായിട്ട് കടക്കത്തില്ല, കാരണം അതിലേക്ക് കടന്നുപോയാൽ നമുക്ക് മറ്റ് മേഖലയിലേക്ക് പടക്കാൻ പറ്റാതെ വരും. അപ്പോൾ എങ്കിലും ഒരു ബ്രീഫ് ഞാൻ ഓടിച്ചങ്ങ് പോയേക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കോളും. സ്വതന്ത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ സജിപാസ് വായിച്ചപ്പോഴും പറഞ്ഞത്, അന്ന് രാജ്യം പിതാവിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കും. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി ടൈം, അവസാനം. അത് ഇന്നല്ല, അന്ന്. ദാറ്റ് മീൻസ് ഇന്ന് കർത്താവ് വന്നാൽ 1007 കൊല്ലമെങ്കിലും കഴിഞ്ഞാലേ ആ അന്ന് നടക്കുള്ളൂ. മനസ്സിലായോ? ആ അന്ന് നടക്കണമെങ്കിൽ അത്രയും കൊല്ലം നടക്കണം. അപ്പോ ഇപ്പോൾ ഇവിടെ നമുക്ക് ആ അന്നിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്കിവിടെ നടക്കേണ്ടുന്ന പ്രോഗ്രാം, കർത്താവിന്റെ പദ്ധതിയിലെ പ്രോഗ്രാം, 2025 കർത്താവ് വന്നാൽ 32 വരെ ഇവിടെ ഒരു യുദ്ധമാണ്. അടുത്ത വർഷം വരുന്നുള്ളൂവെങ്കിൽ 33 വരെ. അപ്പൊ എപ്പോഴാണ് കർത്താവ് വരുന്നത്, അപ്പോഴാണ് യുദ്ധം ആരംഭിക്കേണ്ടത്. അതിൽ പ്രധാന കക്ഷികൾ ഒരു സൈഡിൽ ഇസ്രായേലും മറു സൈഡിൽ ഇസ്ലാമുമാണ്. ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് റഷ്യ അടക്കമുള്ള ജാതികളാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളുമാണ്. നിങ്ങളിപ്പോ പത്രവാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 2 ചേരി തിരിഞ്ഞു കഴിഞ്ഞു. ഈ 2 കൊല്ലത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ 2 ചേരി തിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഏത് സമയവും ആ എക്സാക്ട് അടി നടക്കാം. പക്ഷേ അടി നടക്കണമെങ്കിൽ ഇസ്ലാം ഒരു അല്പം കൂടി ശക്തിപ്പെടണം. നിങ്ങൾക്കറിയാം ഇസ്ലാമിനെ പറ്റിയൊരു അബദ്ധം, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം. ഇവരെല്ലാവരും ഇവരുടെ ആയുധങ്ങൾ മേടിച്ചിരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആയുധം വാങ്ങിക്കൽ മാത്രമല്ല, ഈ ആയുധം ഉപയോഗിക്കുന്നതും അമേരിക്കൻ സൈന്യത്തെ വെച്ചിട്ടാണ്. അപ്പൊ ഇവരിൽ പൈസ മാത്രമേ ഉള്ളൂ, വർക്ക് ചെയ്യാനുള്ള കിഡ്നി ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടിയിടുന്നുണ്ട് നിങ്ങൾക്ക്? അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് റൗണ്ട് അടി വന്നപ്പോൾ ഖത്തറിൽ ഇസ്രായേൽ ബോംബിടുമ്പോൾ അമേരിക്ക മിണ്ടാതിരുന്നു കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാനിൽ അമേരിക്ക ബോംബ് ചെയ്തു, നിരത്തിയിട്ട് ബോംബ് ചെയ്തു. ഒരാളെ കൊല്ലാതെ വിട്ടിരിക്കുകയാണ്, അവിടുത്തെ നേതാവിനെ കൊല്ലാതെ വിട്ടിരിക്കുകയാണ്. അപ്പോ ഈ പരിപാടി വന്നപ്പോഴത്തേക്ക് ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഉച്ചകോടി കൂടി. അവർ കൂടിയപ്പോൾ ടർക്കിഷ് പ്രധാനമന്ത്രിയും മലേഷ്യൻ പ്രധാനമന്ത്രിയും ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയും ഒക്കെ സംസാരിച്ചത്, നമുക്കിനി അമേരിക്കയോ ബ്രിട്ടനെയോ പിന്താങ്ങി നിൽക്കണ്ട, പിന്നെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം. ഇവര് സെൽഫ് എക്സിസ്റ്റഡ് ആയാൽ, ഇസ്ലാം സെൽഫ് എക്സിസ്റ്റഡ് ആയാൽ ഇവർ കൃത്യമായി ആണവായുധം പ്രയോഗിക്കും. ഇച്ചിരി കുറവാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇത് പ്രയോഗിച്ചാൽ അവരും നശിക്കും, ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ നശിക്കും. ഇപ്പൊ അവർ പ്രയോഗിക്കാതിരിക്കുന്നതിന് കാരണം അവരുടെ മേലുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയൊക്കെ എക്സ്ട്രാ പ്രഷറാണ്. ഈ പ്രഷർ മാറി ഇവർ ഈ സാധനം ഉപയോഗിക്കും. മനസ്സിലാണ്ടോ? ഇത് 30-നകത്തെന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല 30-നകത്ത് നടക്കുമോ അതോ കർത്താവ് 5 കൊല്ലം കൂടെ നീട്ടി വെക്കുമോ. കാരണം ഇവരുടെ കണക്കൂട്ടലല്ല നമ്മുടെ കർത്താവിന്റെ കണക്കൂട്ടൽ. കർത്താവ് എപ്പോ വരുമെന്ന് കർത്താവിന് പോലും അറിയില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പുത്രനോട് പോലും അക്കാര്യം പറഞ്ഞിട്ടില്ല. ഏത് സമയം പിതാവ് മെസ്സേജ് കൊടുക്കുന്നുണ്ടോ then and there, ആ സെക്കൻഡിൽ കർത്താവ് കാഹളം ധ്വനിപ്പിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്നതിൽ ആരെങ്കിലും അങ്ങനെ വിശുദ്ധരുണ്ടെങ്കിൽ അവരും പോവും. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ കാണും. എല്ലാ പ്രവർത്തനങ്ങളും വലിയ തടസ്സമില്ലാതെ നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ രഹസ്യം പിടിയിട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ആൾക്കാരുടെ അടുത്ത് പലരും ചോദിച്ചുകൊണ്ട്, അപ്പൊ യുദ്ധം നടക്കുന്നതോ ആൾക്കാരെ ഒരുപാട് കാണാതാകുമ്പോൾ ഒരു വലിയ വാർത്തയാവില്ലേ? 2 കാരണത്താൽ ഒരു വലിയ വാർത്തയാവില്ല. ഒന്ന്, ഒരുപാട് പേരെ കാണാതാകാത്തത് കൊണ്ട് ഒരു വലിയ വാർത്തയാവില്ല. 2, ഈ കാണാതാകൽ പരിപാടി കഴിഞ്ഞ ഉടനെ യുദ്ധം ആരംഭിക്കുന്നത് കൊണ്ട് ക്യാമറകളെല്ലാം അങ്ങോട്ട് തിരിയും. മനസ്സിലുണ്ടോ? പിന്നെ ഇവിടെ ചൂടുള്ള വാർത്ത ആളിനെ കാണാതെ പോയി എന്നുള്ളതല്ല, വാർത്ത വേറെയാണ്.
പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെക്കുറിച്ചൊരു വാർത്ത ഇവിടെ കാണില്ലെന്നറിയണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാഹളം ധ്വനിച്ചാൽ മറ്റാരും പോയില്ലെങ്കിലും എനിക്ക് പോകണം. ഈ ശാഠ്യമുള്ളവർ മാത്രമേ പോകൂ. കൃപയാൽ നമുക്ക് അങ്ങനെ ഒരു ശാഠ്യമില്ല. നമ്മൾ അടുത്തിരിക്കുന്ന ആളിനെ കണ്ടിട്ട് ഇയാൾ പോകുമെങ്കിൽ ഞാനും പോകും, ഇങ്ങനെയാണ് പറയുന്നത്. അയാൾ പോകുന്നില്ല. ശരിയല്ലേ? നമുക്ക് നമ്മുടെ ചില ഉടായ്പകൾ കയ്യിൽ വെച്ചിരിക്കാൻ വേണ്ടി അല്ലേ? ഞാൻ പറയുന്നത്, ഞങ്ങളുടെ റേഞ്ചിൽ നിൽക്കുന്ന ദൈവാസം വരെ നോക്കിയിട്ട് പറയാം, ഇയാൾ പോകുമെങ്കിൽ ഞാനും പോകും. അയാൾ പോകുന്നില്ല. അതിന്റെ അർത്ഥം ഞാനും പോകുന്നില്ല. എന്നെ നോക്കി വേറെ ആൾ നിൽപ്പുണ്ടായിരിക്കും. ഇതാണ് പിശാചിന്റെ വിജയം. അവിടെ അപ്പൊ വചനം പറഞ്ഞിരിക്കുന്നത് ബലാത്കാരികളാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അപ്പൊ രണ്ട് കൽപ്പിച്ചൊരു തീരുമാനം, ആര് പോയില്ലെങ്കിലും എനിക്ക് പോയേ പറ്റൂ. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഇനി ആലയത്തിൽ പോയില്ലെന്നും കർത്താവിന് വേണ്ട എന്നും തീരുമാനം എടുക്കലല്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും എനിക്ക് കർത്താവ് മതി, എനിക്ക് അക്കരെ നാട്ടിൽ പോകണം. ആ രീതിയിലുള്ളൊരു വല്ലാത്ത വാഞ്ച നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അക്കരെ നാട്ടിൽ ചെന്നെത്താൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ അന്നാളെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള നാളാണ്. ഇന്ന് യേശുവിന്റെ വരവ് സംഭവിച്ചാൽ നാളെ മുതൽ തുടങ്ങുന്ന അന്നാൾ, അതാണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ കണ്ടത്. അന്നാളിൽ ഒന്ന് വായിക്കാവോ? ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ ഒരു വാക്യം വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ, നിന്റെ സ്വന്തം ജനത്തിന് എന്താ തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. കണ്ടോ, യേശുക്രിസ്തു പറയുന്നല്ലിത്. ഇത് യഹോവയായ ദൈവം ദാനിയേൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യമാണ്. ദാനിയേലിനോട് പറയുന്നുണ്ട്, ആ കാലത്ത് നിന്റെ സ്വന്തം ജനത്തിന് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് തുണ നിൽക്കാൻ മീഖായേൽ എഴുന്നേൽക്കും. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 12 കാണുന്നത്. വേണേ വായിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 6 തൊട്ട് ഒരു 2 വാക്യം വായിച്ചു. കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. താങ്ക് യു ജീസസ്. ആരെങ്കിലും കയ്യിൽ കെട്ടിയിട്ട് വേണേ വായിച്ചു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്ക്. 3.5 കൊല്ലം അവളെ ഒരുക്കാൻ ഒരു സ്ഥലമുണ്ട്. ആദ്യത്തെ 3.5 കഴിഞ്ഞിട്ട് 7 കൊല്ലത്തിൽ ആദ്യത്തെ 3.5 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ 3.5 അവളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അവിടെ നടക്കുന്ന അടിയാണ് ഈ പറയുന്നത്. വൈകി പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. കണ്ടോ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. അപ്പോ ഈ സംഭവം യോഹന്നാന് AD 96 വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് 400 കൊല്ലങ്ങൾക്ക് പുറകിൽ ദാനിയേൽ പ്രവാചകനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അന്നാളിൽ ഒരു നാൾ വരാൻ പോവാണ്. അന്നാളിൽ നിന്റെ സ്വന്തം ജനത്തിന് ഇസ്രായേലിന് യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യാൻ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വരും. സ്തോത്രം. AD 96 യോഹന്നാൻ അപ്പോസ്തലനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് പിന്നെ യുദ്ധമുണ്ടായി. വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. കണ്ടോ, അപ്പൊ മഹാസർപ്പം തീരെ ശേഷിയില്ലാത്ത ആളല്ല, നല്ല ആരോഗ്യമുള്ള ആൾ തന്നെയാണ്. അതവിടെ പറഞ്ഞേ, മഹാസർപ്പത്തോട് മീഖായേൽ പടവെട്ടി, മഹാസർപ്പം തിരിച്ചു വെട്ടി. അപ്പൊ തീരെ ശേഷി കുറഞ്ഞ ആളല്ല. ഈ പിശാചിനോട് നമ്മൾ ഡയറക്റ്റ് എതിർക്കാൻ നിൽക്കരുത്, തോറ്റുപോകും. നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. പിശാച് ശക്തിയില്ലാത്തയാളെന്നോ തല തകർന്നയാളെന്നോ ഒന്നും പ്രതീക്ഷിക്കരുത്. ആളിന് 7 തലയും 10 കൊമ്പും വെച്ചോണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും അയാൾ നിൽക്കുകയാണ്, കരുത്തനായി നിൽക്കുകയാണ്. അയാളെ തോൽപ്പിച്ചത് യേശുക്രിസ്തു ക്രൂശിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ജനത്തെ മരണത്തിൽ നിന്ന് പുറത്തു വരാൻ വാതിൽ തുറന്നിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ഞാനും നിങ്ങളും തീരുമാനിച്ചാലേ പറ്റൂ. നമ്മളെ അകത്തിരുത്താൻ അവൻ ഒന്നുകിൽ വരട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും തന്ന് നമ്മളെ ആ മിഠായിയൊക്കെ തന്ന് അവിടെ പിടിച്ചിരുത്തും. അല്ലേ? ചിലർക്ക് സ്ഥാനം തരും, ചിലർക്ക് ഇച്ചിരി പൈസ തരും, ചിലർക്ക് ഇത്തിരി സൗകര്യം തരും, അല്ലേ? എന്തെങ്കിലും തന്നെ അവിടെ പിടിച്ചിരുത്തും, നമ്മളോട് ഇരിക്കും. ചിലരെ വരട്ടും. അവന്റെ വരട്ടിലോ അവന്റെ സോപ്പിടലിലോ നിൽക്കാതെ ക്രിസ്തുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ. അതൊന്നും അത്ര എളുപ്പമല്ല. സ്തോത്രം. വായിച്ചുള്ള ദേവസനെ. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. കണ്ടോ, അതിന്റെ അർത്ഥം നിസ്സാരമല്ലെന്നാണ്. ഈ മീഖായേലിന്റെ ഓഫീസിലെ ഒരു പിയൂണാണ് ഒറ്റ രാത്രി ഡ്യൂട്ടിക്ക് അശൂർ പാളയത്തിൽ വന്നത്. 1,65,000 കൊല്ലപ്പെട്ടത്. 85,000 അല്ലേ? അത്രേ കൊല്ലപ്പെട്ടത്.
ഇവിടെ പറയാണ് മീഖായേലിന്റെ സർവ്വ സൈന്യത്തോടും പിശാച് ഒരു മിനിറ്റെങ്കിലും വെട്ടി നിന്നെങ്കിൽ അവൻ വില്ലൻ തന്നെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് കർത്താവ് ദാനിയേൽ പ്രവാചകന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, മോനെ, നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കാൻ മീഖായേൽ വരും. അതെപ്പോഴാ? നമ്മള് കർത്താവിന്റെ വരവിൽ എടുത്തു കൊള്ളപ്പെട്ട് 3.5 കൊല്ലം കഴിഞ്ഞിട്ട് അത് സംഭവിക്കാൻ പോകുന്നേ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളും ഇപ്പോൾ ഭൂമിയിലായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ പോയിരിക്കണം. സ്തോത്രം. ലെറ്റ്സ് കം ബാക്ക്. തിരിച്ചു വരാം, ദാനിയേലിലേക്ക് വരാം, വായിക്കാം. വേഗം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടായത് മുതൽ ഈ കാലം വരെ എന്ന് പറഞ്ഞാൽ BC-യിലെ കാര്യമാണ് പറയുന്നത്, 450-കളിലെ കാര്യമാണ് പറയുന്നത്. അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകുമെന്ന് പറയുന്നു. യേശുക്രിസ്തു AD 20-കളിൽ പറയുകയാണ്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ 500 കൊല്ലം കഴിഞ്ഞിട്ട് യേശു വന്നിട്ട് പറയുകയാണ്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്തത് വരാൻ പോവുകയാണ്. കണ്ടോ? ദാനിയേൽ പറഞ്ഞു വെച്ചിട്ട് പോയി, യേശുക്രിസ്തു റിപ്പീറ്റ് ചെയ്തു, ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാപ്പൻ എ ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ ട്രിബുലേഷന് മുമ്പാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമി പിടിച്ചെടുക്കാനല്ല പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പിള്ളേരെ ജനിപ്പിക്കലും വോട്ടിങ്ങിന്റെ എണ്ണം കൂട്ടുകയും കേരളം പിടിക്കുകയൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. ഭൂമിയിൽ ഒരു രാജ്യവും പിടിക്കുക നമുക്ക് ഉദ്ദേശമില്ല. നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഉദ്ദേശം. സ്തോത്രം. ഇത് വളരെ കരുതലോടുകൂടി നമ്മൾ ഇരിക്കേണ്ട കാര്യം. പക്ഷെ പോകണമെങ്കിൽ ഈ ഐക്യത വന്നാലേ പറ്റൂ. മനസ്സിലായോ? അല്ലാതെ നമ്മൾ BC-യൊക്കെ എടുത്ത് വെള്ള ഉടുപ്പിട്ട് അല്ലെ വെള്ള സാരിയൊക്കെ ചുറ്റി നമ്മളിങ്ങനെ പുരുകവും പഠിക്കത്തില്ല, പിന്നെന്താ പറയാ, കൂട്ടക്സും തൂക്കത്തില്ല, പൗഡറും തൂക്കത്തില്ല, ചിലർ വല്ലും തേക്കത്തില്ല, അങ്ങനെ നിന്നുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവകളൊക്കെ നല്ലതാണ്. ഇവകളല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന്റെ ആധികാരികമായ കാര്യം. ഐക്യതയാണ്, ഒന്നാവുക എന്നുള്ളതാണ്. അമ്മായിയമ്മയും മരുമോളൊക്കെ തെറ്റിപ്പിരിച്ച് രണ്ട് ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാര്യം എന്താണ്? നിസ്സാരമായ കാര്യമല്ലേ? വീട്ടിൽ പിണക്കം തീർത്താ പോരെ, ഉപവസിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നിങ്ങൾ ഉപവസിക്കാണ്ടിരിക്കുമ്പോൾ പിശാച് നിങ്ങൾക്ക് നാരങ്ങകളൊക്കെ റെഡിയാക്കി തരും, കുടിച്ചോളാൻ പറയും. ക്ഷീണിക്കാതിരുന്നോ, നീ സ്വർഗത്തിൽ പോകത്തില്ല. പിശാച് ക്ഷീണിക്കുന്നത് നിങ്ങൾ ഒരുമിക്കുമ്പോഴാണ്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ 31 ഇരുന്നാലും പിശാചിന് ഒരു വിഷമവും ഇല്ല. പ്രസംഗിക്കാൻ പോവാണ്, അതിന് പിശാചിന് എന്താ പ്രശ്നം? നമ്മളെ ഒന്നാക്കാൻ വന്ന കർത്താവ്, നിങ്ങൾ ഓർക്കണം, ഏദനിൽ ദൈവവുമായിട്ട് കണക്ഷൻ കട്ടായതാണ്. അവിടെ തൊട്ട് പിശാചിന്റെ പണി മൊത്തം കട്ടാക്കുകയാണ്. കർത്താവ് വന്നത് ഒരുമിപ്പിക്കാനാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിക്കണം. എവിടെ? കട്ടിലിൽ രണ്ട് സൈഡ് തിരിഞ്ഞാണ് കിടക്കുന്നത്, അല്ലേ? എന്നിട്ട് പുറത്തെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ സന്തോഷം. ഞാൻ എത്രയോ സ്ഥലത്ത് കൗൺസിലിങ്ങിന് പോകാറുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ട് ചില സ്ഥലങ്ങളിലേക്ക് ഇവരെ കണ്ട ആർക്കും പറയാൻ പറ്റത്തില്ല ഇവർ പണക്കാണെന്ന്, അല്ലെ? ഞാൻ വിഷമിച്ച് ചില വീട്ടിൽ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞത് ശരിയാണ്, അത് എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണോ? പിശാച് എന്ത് ബുദ്ധിമാനാണെന്ന് നോക്കിയേ. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്. സ്തോത്രം. എല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് വർക്കാവണം കേട്ടോ. മനസ്സിലായിട്ട് കാര്യമില്ല, ഈ സാധനം വർക്കാവണം. വർക്കായി ഇപ്പൊ തന്നെ തീരുമാനിക്കണം, പണക്കം എനിക്കിന്ന് മാറ്റണം. ഈ വർഷത്തിൽ ഡേറ്റ് ഉണ്ടോ നമുക്ക്, നമ്മുടെ ലിസ്റ്റ് ഈ വർഷത്തിലാണോ നമുക്ക് അറിയത്തില്ല. ഇനി കിടപ്പുണ്ട് 5-6 ദിവസം കൂടെ. സ്തോത്രം. അതുകൊണ്ട് പേപ്പർ ക്ലിയർ ആക്കിക്കണം. വേറെ ഒന്നും പേടിക്കാനില്ല. ഇവിടെ കൺവെൻഷൻ കർത്താവ് കൊണ്ടുവന്ന് അതിനു വേണ്ടി മാത്രമാണ്. അന്ത്യകാലമൊക്കെ പിന്നെ കേൾക്കാം. സ്തോത്രം. അന്ത്യകാലൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. വായിച്ചു. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. വായിച്ചോളൂ. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന തന്നെ രക്ഷ പ്രാപിക്കും. വായിക്കാം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യമാനത്തിനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേക്കും. സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് എഴുന്നേക്കാൻ പോകുന്നത്? നമ്മൾ മരിച്ചിട്ടാണോ കർത്താവിന്റെ കാഹളം എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിയിൽ നിന്ന് രൂപാന്തരപ്പെടണം. എന്തിനാണ്? നിത്യലജ്ജയ്ക്കാണോ നിത്യമാനത്തിനാണോ? കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ മൊത്തത്തിലൊരു ഹിസ്റ്റോറിക്കൽ റൗണ്ട്, ഒരു മൊത്തത്തിലൊരു സ്പിരിച്വൽ റെലം എല്ലാം ഞാൻ ഓടിച്ച് സംസാരിച്ചു. ഇനി ഞാൻ എമർജൻസി ആയി സംസാരിക്കേണ്ടുന്ന
തുടക്കം മുതലൊരു കാര്യം ഞാൻ സംസാരിച്ചു പോകാം. നമ്മൾ വസിക്കുന്ന മനോഹരമായ ഈ ഭൂമി, സ്തോത്രം, ഈ ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. ഭൂമി ഗോളമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ആഗോള വ്യാപകമായി എല്ലാവർക്കും അറിയാം. ഇതിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ പല രാജ്യത്താണ്. എൻ്റെ മോളും വേറെ രാജ്യത്താണ്. എല്ലാവരും ഓരോ രാജ്യത്താണ് അല്ലേ? നമ്മളിങ്ങനെ കൊള്ളാന്നുള്ള രാജ്യം നോക്കി എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ട്രാപ്പായി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകണം. വയസ്സായവരെല്ലാം ഇവിടെ ആയിപ്പോയി. അതുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി ഞാനിവിടെ ട്രാപ്പായി പോയി. സ്തോത്രം. എവിടെ പോയാലും, ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയാലും സ്വർഗരാജ്യത്തിൽ പോകാനും നരകത്തിൽ പോകാനും തുല്യ ദൂരമാണ്. വേറെ പ്രയാസമൊന്നും വിചാരിക്കണ്ട അല്ലേ? പിന്നെ നല്ലതാണ്. വേറെ രാജ്യങ്ങളിൽ പോയാൽ നല്ല ഫുഡ് കഴിക്കാം, നല്ല ക്ലൈമറ്റാണ്, നല്ല രസമാണ്. അങ്ങനെ ആയിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞവരുടെ കയ്യിലായി നശിച്ചു. കഴിഞ്ഞ ദിവസം കണ്ടോ ജർമ്മനിയിൽ കലാപം നടത്തി? കണ്ടോ? ഇത്ര തന്നെയാണ്. അതാണ് പിശാചിന്റെ ടാർഗറ്റ്. അതാണ് മോഡി ഭരണം കൂടി ഈ ഒരു രീതി പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കാര്യങ്ങളിൽ എപ്പോൾ തീർപ്പ് വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നും അല്ല കഥ. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് കഥയൊക്കെ വേറെയാണ്. അതുകൊണ്ട് ഏത് സമയവും നമ്മൾ ഈ കാണുന്നത് പോലെ സ്റ്റേബിളായിട്ട് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി നിൽക്കുമെന്ന് വിചാരിക്കരുത്. കണ്ണടച്ച് തുറക്കുമ്പോൾ കീഴ്മേൽ മറിയും. ചർച്ചകൾ പൂട്ടിക്കോളാൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ പണിയൊന്നുമില്ല. JCB കിടിച്ചങ്ങ് നിരത്തും. നമ്മൾ കയറി കിടക്കുമെന്നൊക്കെ പറയും. ചുമ്മാ അതാണ്, ഒന്നും നടക്കത്തില്ല. യൂട്യൂബുകൾ പൂട്ടിക്കൊള്ളാൻ പറഞ്ഞാൽ അത് അവർ ലോക്ക് ചെയ്യും. പിന്നെ ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. ഇതെല്ലാം ക്ലോസ് ആവും. ഞങ്ങളൊക്കെ കൊല്ലം 10 മിനിറ്റ് തികച്ചു വേണ്ട. അതുകൊണ്ട് നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യം സിസ്റ്റമാറ്റിക് ആയിട്ടും ഡെമോക്രാറ്റിക്കലായിട്ടും സേഫ് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതെല്ലാം ഇതെല്ലാം തലകീഴായി മറിയും. നമ്മൾ അന്ത്യകാലത്തിന്റെ ലാസ്റ്റ് ലാപ്പിലെത്തി നിൽക്കുകയാണ്. അത് നിങ്ങൾ പൊളിറ്റിക്സ് കുറച്ചറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതുകൊണ്ട് ഈ കിട്ടുന്ന സമയം ചാർജ് ചെയ്തോളുക, മരിക്കാൻ റെഡി ആയിക്കൊള്ളുക. ഏത് രീതിയിൽ മരിക്കേണ്ടി വരും അതൊന്നും എനിക്കറിയില്ല. ആത്മഹത്യ ഒഴികെ മറ്റെന്തും ദൈവമക്കൾക്ക് ഏത് സമയവും എക്സ്പെക്ട് ചെയ്യാം. ആത്മഹത്യ ഒരു ദുർബല നിമിഷത്തിലും പറ്റില്ല. ഒരു ദുർബല നിമിഷത്തിലും അങ്ങനെ ഒരു ദുർബലം ഇല്ല. ഏത് സമയവും നമുക്ക് യാത്ര പോകേണ്ടി വരും. ഈ ലോകം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിയും. ദൈവമാണ് ഇതിനെ സൃഷ്ടിച്ചത്. ശാസ്ത്രവിരുദ്ധ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് ഉരുണ്ട് വന്നു എന്നൊക്കെ. അതിനേക്കാൾ വളരെ ഈസിയാണ് ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാൻ അല്ലേ? അപ്പൊ ശാസ്ത്രജ്ഞന്മാര്, ഈ നിരീശ്വരവാദികൾ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു, എത്രത്തോളം ശാസ്ത്രം മുൻപിലേക്ക് പോകുന്നുണ്ടോ ദൈവം അതിന്റെ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ശാസ്ത്രമാണ് ദൈവം എന്ന് യവന്മാര് സമ്മതിക്കും. ഞാൻ അത് കേട്ടിങ്ങനെ ചിരിച്ചുപോയി. എന്നാൽ ഇവര് തള്ളി എവിടെ വരെ പോകുന്നായി പറയുന്നേ അല്ലേ? മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പഠിച്ച് കോർക്സ് വരെ പോയി. അതിന്റെ ബാക്കിൽ പോകുന്നില്ലല്ലോ. അതിന്റെ ബാക്കിൽ എവിടെ വരെ അവർ പോകും അല്ലേ? പിന്നെ അവർ പോകുന്നത് നേരെ ഒറ്റ ചാട്ടം ചാടി കൊരങ്ങിൽ പോയി അല്ലേ? അതിന്റെ പുറകിൽ സൃഷ്ടാവിന്റെ അടുക്കലൊന്നും ഇവർ പോവില്ല. ഒരു കാരണവശാലും ഇവർക്ക് ചെന്നെത്താൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടാൻ മറ്റൊരു വഴിയുമില്ല. സ്തോത്രം. എന്തിനധികം വേണം? നമ്മുടെ MLA ചെന്ന് ഒളിച്ചിരുന്നിട്ട് ഇവിടെ പോലീസുകാർ വിചാരിച്ചിട്ട് കണ്ടുപിടിച്ചില്ലല്ലോ അല്ലേ? അപ്പൊ ഒരു ദൈവം എന്നെ ജനം കാണണ്ട എന്ന് വെച്ച് ദൈവം തന്നെത്താൻ ഹൈഡ് ചെയ്താൽ ആർക്കാണ് കാണാൻ പറ്റുക? നമ്മളറിയണം നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. നമ്മളെ കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ മൂപ്പർ വിചാരിക്കണം. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പാവം ഒരു കൂട്ടം ജനം, നിരീശ്വരവാദികൾ, ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ ഇവിടെ ഒരുപാട് റിസ്ക് എടുക്കുകയാണ്. അവർ പൊക്കോട്ടെ, നമുക്ക് അവരുടെ പുറകെ തൽക്കാലം പോയി സമയം കളയണ്ട. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ശാസ്ത്രമൊക്കെ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചർച്ചിൽ വളരെ റിസ്ക് എടുത്ത് ടൈം എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ഇപ്പോൾ ഒരുപാട് പെന്തക്കോസുകാർ തെറ്റിപ്പോകുന്നുണ്ട്. അതിന് കാരണം ഒരുപാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കുഞ്ഞ് അത് അപ്പൻ്റെ കയ്യിലിരിപ്പ് കാരണം തെറ്റിപ്പോയതാ അല്ലേ? അപ്പൊ അതിന് നേരെ ചൊവ്വ ആക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ശനിയാഴ്ച എത്തിക്കോളാം, എന്തെങ്കിലും ചെയ്യാം അല്ലേ? ഉപവാസവും പ്രാർത്ഥനയും വേണം. അതിന്റെ മുമ്പിൽ നമുക്ക് കൃത്യമായ ടൈമിങ്ങിലെ ഇടപെടലും വേണം. ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഇവിടെ ലോകം എവിടെ നിന്ന്? ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പത്രോസ് ലേഖനം ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുകയാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3 മുതൽ 1-2 വാക്യം വേഗത്തിൽ ഇത് വായിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ വായിച്ചാലും വളരെ സന്തോഷം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം.
ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ഞാനിപ്പോൾ ലേഖനമല്ലോ. നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ആ ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വേണമെന്ന് ഈ ലേഖനം രണ്ടിനാലും നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യം വേണം, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യം വേണം, ഒന്നും വിട്ടുകളയരുത് എന്നാണ് ഓർപ്പിക്കുന്നത്. വായിക്കാം. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം യേശുക്രിസ്തു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? വായിക്കാം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ എല്ലാം ഇരിക്കുന്നു പണ്ടത്തെ എന്ന് പോലെ പറഞ്ഞു. തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പ്രകാരം നടക്കുന്ന പരിഹാസികൾ. പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊണ്ട് ഇതാണ് അന്ത്യകാലത്തിന്റെ പ്രത്യേകത. സ്വന്തം ഇഷ്ടത്തിന് നടക്കും. ശരിയാണ് അല്ലേ? ഇപ്പൊ ഉപദേശിമാർക്കൊന്നും പഴയതുപോലെ അധികാരമില്ല എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അല്ലേ? മാതാപിതാക്കൾ പറഞ്ഞാലും പിള്ളേർ കേൾക്കത്തില്ല, ഭർത്താവ് പറഞ്ഞ ഭാര്യയും കേൾക്കത്തില്ല, ആരും പറഞ്ഞ ആരും കേൾക്കത്തില്ല, പോലീസുകാരൻ പറഞ്ഞ കേൾക്കുമോ? ഇവിടെ ആരും കേൾക്കത്തില്ല. അതെന്താണ് കാര്യം? എല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് നടക്കുകയാണ്. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ ആരുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്? ഉണ്ടാതിരിക്കുന്നുണ്ട്. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഭർത്താവ് പറഞ്ഞാൽ കേൾക്കുന്ന ഭാര്യമാർ വളരെ ചുരുക്കമാണ്. മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന മക്കൾ വളരെ ചുരുക്കമാണ്. പാസ്റ്റർ പറഞ്ഞാൽ കേൾക്കുന്ന വിശ്വാസി ചുരുക്കമാണ്. കഥയെല്ലാം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കട്ടെ. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊറോണയുടെ ലക്ഷണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഇതാണ് ലക്ഷണം. ഇതിന് മാറ്റാൻ എന്ത് ചെയ്യണം? ഒന്നും നടക്കില്ല. അതാണ് കാരണം. ക്യാൻസർ ഒന്നാവാൻ പറ്റുമോ? അണ്ടർസ്റ്റാൻഡ്? ഒന്നാവണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഹ്യൂമിലിറ്റിയാണ്, താഴ്മ. അത് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അങ്ങനെ കണ്ടാ പോയി. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. സമകാലീന പത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവരനെ താഴ്ത്തുക എന്നതാണ് ഉദ്ദേശം. പൗലോസ് പറഞ്ഞത്, ഒരുത്തൻ മറ്റവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെ തന്നണം. ഇസ് ഇറ്റ് പോസിബിൾ? നടക്കില്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തിന്റെ അംഗത്തിന്റെ ഏരിയയിൽ കർത്താവ് എടുക്കില്ല നമ്മളെ. വി ആർ ക്യാൻസറസ് സെൽസ്. അണ്ടർസ്റ്റാൻഡ്? നമ്മൾ ഉപവസിക്കുന്നത് എന്തിനാണ്? മക്കൾക്ക് അഡ്മിഷൻ കിട്ടാനാണ്. അടുത്ത വർഷം ഉപവസിക്കുന്നത് എന്തിനാണ്? മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടിയാണ്. പിന്നീട് ഉപവസിക്കുന്നത് അവർക്ക് കല്യാണം നടക്കാൻ. പിന്നീട് ഉപവസിക്കുന്നത് നമ്മുടെ വിസ അടിച്ചു കിട്ടാൻ. ഇങ്ങനെ ഉപവാസത്തോട് ഉപവാസം. ചെകുത്താൻ ചുമ്മാ ചാരി ഇരുന്ന് ചിരിക്കുകയാണ് നമ്മുടെ യാത്ര കണ്ടിട്ട്. ഈ ഓണത്തിനൊക്കെ ബിസ്ക്കറ്റ് അടിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ. എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം വരുന്നുണ്ടെന്ന് എനിക്ക്. നിങ്ങൾ ഈ ലക്ഷണമൊന്നും അല്ല ഉദ്ദേശം എന്ന് എനിക്കറിയാം. 7 തല 10 കൊമ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലും കൂടുതൽ തലയാണ്. ഇതിൽ പറഞ്ഞ തലയ്ക്ക് എന്ത് തല? നിങ്ങൾ വീട്ടിൽ ചില സമയം നിൽക്കുന്ന രംഗം ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഒരു തല അല്ല എന്ന്? ഇത് തന്നെയാണ്. സ്തോത്രം. ഈ 5 ദിവസത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ മാനസാന്തരം പറയണം. 5 ദിവസം വരെ കാത്തിരിക്കണ്ട. ഇന്ന് തന്നെ നമ്മൾ മാനസാന്തരപ്പെടണം. കർത്താവ്, എന്താ ഞാനിങ്ങനെ ആയിപ്പോകുന്നത്? പിശാചിനൊന്നും കുറ്റം പറയരുത്. പിശാച് അവന്റെ വർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. അതിന് അയാളെ കുറ്റം പറയൊന്നും വേണ്ട. നമ്മൾ അയാളെ വർക്ക് അയാൾ ആത്മാർത്ഥത്തോടുകൂടി ചെയ്യുന്നു. വാട്ട് അബൌട്ട് യു ആൻഡ് മീ? സ്തോത്രം. പരിഹാസികൾ. നമ്മൾ ഈ വചനമനുസരിച്ച് കീഴ്പ്പെടുത്തില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ പരിഹസിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പരിഹസിക്കുകയാണ് നമ്മൾ. നമ്മളെ ഒന്നാക്കാൻ വേണ്ടിയാ കർത്താവ് വന്നത്. ഒരു കണക്കിനും ഒന്നാവില്ല. നമ്മൾ കർത്താവിനെ പരിഹസിക്കുകയാണ്. നാട്ടുകാരാണ് പരിഹസിക്കുന്നതെന്ന് വിചാരിക്കരുത്. യു ആൻഡ് മീ, വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ദൈവ മക്കളെന്ന് പറയുകയും മക്കളുടെ യാതൊരു ക്വാളിറ്റിയും കാണിക്കാതെ വന്നാൽ നമ്മൾ കർത്താവിനെ പരിഹസിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഗൗരവമായ കാര്യം, നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തിരിക്കുന്ന നിസ്സാര കാര്യമല്ല.
സ്വർഗത്തിലെ മഹത്വം വെടിഞ്ഞു എന്ന് പറയുന്നത് എന്റെ കൊച്ചു കാര്യമല്ല. ദാസവേഷം എടുത്തു എന്ന് പറയുന്നത് കുഞ്ഞു കാര്യമല്ല. നമ്മുടെ മുഴുവൻ ഭാരം ചുമലിൽ പേറിക്കൊണ്ട് മരിച്ചു എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല. ഇതെല്ലാം ചെയ്തതിന്റെ ഉദ്ദേശം നമ്മെ ഒന്നാക്കാനാണ്. അതിനുവേണ്ടി നമ്മൾ മനസ്സ് വയ്ക്കില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ട്രാക്റ്റുമായിട്ട് നടന്ന് നമ്മൾ ഏതാണ്ട് ഗോസ്പൽ ചെയ്തു എന്ന്. ഇറ്റ്സ് നോട്ട് ദി ഗോസ്പൽ. നമ്മൾ അതിന്റെ എക്സാക്ട് കാര്യം അറിയണം. ട്രാക്ട് കൊടുത്തോന്നല്ല ചോദിക്കുന്നത്, നമ്മൾ പത്രമായി മാറണം. ജനത്തിന് നമ്മളെ നോക്കി വായിക്കാൻ പറ്റണം. ദിസ് ഈസ് വാട്ട് ദ ക്രിസ്ത്യൻ ലൈഫ്. നമ്മളെ കണ്ടാൽ ആരെങ്കിലും ദൈവസഭയിൽ വരും നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പരിഹാസി എന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണാതെ വണ്ണം മറയ്ക്കുന്നതും നമ്മളാണ്. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നമുക്ക് ആരംഭിക്കണം. ഭാര്യ, ഭർത്താവ്, സഹോദരൊക്കെ ആശിക്കുന്നു. പരിഹാസി, മനസ്സിലായോ നിങ്ങൾക്ക്? അന്ത്യകാലത്ത് പരിഹാസത്തോടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന ജനം വരും. ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് പറ്റുന്ന വേറെ ചർച്ചയിൽ പോകും. അവിടെയും പറ്റില്ലെങ്കിൽ വേറെ ചർച്ചയിൽ പോകും. ചർച്ചയാണ് ഇവിടെ ഇല്ലാതെ, അല്ലേ? പണ്ട് ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോൾ ഫിലിപ്പ് സാറ് ക്ലാസ്സിൽ വന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഒരു പാസ്റ്റർ വന്നിട്ട് പുള്ളി ഒരു ചർച്ചിൽ 3 വർഷം ഇരുത്തുന്നില്ല. അപ്പൊ പുള്ളി വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെയാണ്. അപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു, നിനക്ക് തരാൻ ചർച്ചില്ല, കാരണം ആരും നിന്നെ 3 വർഷം ഇരുത്തുന്നില്ല. അപ്പൊ പുള്ളി തിരിച്ച് സാറിനോട് പറഞ്ഞു, സാറേ 1 വർഷം ഇരുത്തിയാൽ മതി, ഞാൻ 1.5 വർഷം ഇരുന്നാൽ മതി, അല്ലേ? 30-40 ചർച്ച ഇരിക്കുമ്പോൾ എന്റെ ടെന്നൂർ തീരുമല്ലോ, ഞാനങ്ങ് പോവും. അല്ല, അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം തന്നെ 30-40 കൊല്ലം 40 ചർച്ച ഇരിക്കുക. അസംബ്ലി ബോർഡിന് 10-500 ചർച്ചില്ലേ, ഞാൻ 40 ചർച്ചിലല്ലേ ഇരിക്കുന്നുള്ളൂ. പുള്ളിയുടെ ഐഡിയ കൊള്ളാം, എന്റെ ലോൺ അടച്ച് തീർക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, ഞാനങ്ങ് പോയിക്കോളാം. സ്തോത്രം. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലെ, സജി പാസ്റ്റോട് ഞാൻ സംസാരിച്ചപ്പോൾ 12 കൊല്ലാണ് അങ്കമാലിയിൽ ഇരുന്നെന്നാ പറഞ്ഞ. കൊള്ളാം അല്ലേ? എ ലോങ് പീരീഡ്, 12 years. സ്തോത്രം. അത് നല്ലൊരു സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, എന്റെ ജോലി, എന്താണ് എന്റെ ഡ്യൂട്ടി, വാട്ട് ഐ സപ്പോസ് ടു ഡു, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? കണ്ടമാനമായി. നിങ്ങളിലൂടെ എത്ര പേരാ രക്ഷയിലേക്ക് വന്നിട്ടുള്ളത്? ആരും വന്നിട്ടില്ല. പിന്നെ എന്താണ് പെട്ടത്? ചുമ്മാ പെട്ടു, അല്ലേ? 31 അധ്യായം ഇവിടെ ചെന്ന് സാക്ഷി പറയാൻ നിൽക്കും. എന്തുവാണ്? കഴിഞ്ഞൊരു വർഷം കർത്താവ് എന്നെ പരിപാലിച്ചു. അത് നാട്ടുകാരെ മൊത്തം പരിപാലിച്ചു. നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഈ സാക്ഷി സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലം ഇത് തന്നെയാണ് പറയുന്നത്, ചാവുന്നവരെ പറയും. ശരിയല്ലേ? ഇതിനാണ് പരിഹാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കണ്ട് സംസാരിക്കണം, അല്ലേ? ഞാൻ ഇവിടെ കാണും. ഇവിടുത്തെ പോകുന്നില്ല, വെള്ളിയാഴ്ച പോകത്തില്ലേ, ഇവിടെ ഉണ്ടാവും. സ്തോത്രം. വായിക്കും ദൈവത്തിനെ, പെട്ടെന്ന് വായിക്കും. പത്രോസ്. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊണ്ട്. നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ അന്ത്യകാലത്ത് ഉണ്ടാകുമെന്ന് വിശേഷാൽ അറിഞ്ഞോളിരുന്ന് അന്ന് എഴുതിയതാണ്. വിശേഷമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ആണ് ഞാൻ പറഞ്ഞത്. വായിച്ചിട്ട് കാണിച്ചു തരാൻ വളരെ എളുപ്പമാണ്. സ്ക്രീനിലൊന്നും കാണിക്കണ്ട, നേരെ കാണിച്ചു തരാമല്ലോ. വായിക്കേ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ. സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. ഈ ഭൂമി ഉണ്ടായത് എങ്ങനെ? ദൈവത്തിന്റെ വചനത്താലാ ഉണ്ടായത്. അപ്പോഴാണ് യവന്മാര് പറയുന്ന പൊട്ടിത്തെറിച്ച ഉണ്ടായതെന്ന്. ആ മര വഴിക്ക് പോട്ടെ. ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും, അതിനാൽ എന്ന് പറഞ്ഞാൽ ആ വചനത്താൽ അന്നുള്ള ലോകം, അന്നത്തെ ഭൂമി ജലപ്രളയത്തിൽ മുങ്ങിയോ? ഈ ഭൂമി വെള്ളത്തിൽ മുങ്ങി നശിച്ചുപോയി. സ്ക്രീനിൽ കൂടെ കാണിച്ചു പോവുകയാണ് ഞാൻ. വെള്ളത്തിൽ മുങ്ങി നശിച്ചുപോയി. ശ്രദ്ധിക്കുന്നുണ്ടോ? വേറെ ബിസിനസ്സിൽ ആരംഭിച്ചെന്ന് തോന്നുന്നു, അല്ലേ? 9 മണിക്ക് ഇവിടെ വന്ന് എരിച്ചിരിക്കുകയാണോ? സോദരം, അങ്ങനെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി. സോദരം, 10 മിനിറ്റ് കൂടെ എടുക്കും ഞാൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ വചനത്താൽ ഭൂമി ഉണ്ടായി. അതേ വചനത്താൽ ഈ ഭൂമിയെ വെള്ളത്തിൽ മുക്കി. നോഹയുടെ കാലത്തല്ല, അതിന് മുമ്പ് ഒരിക്കൽ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. തൽക്കാലം ഒന്നും വേണ്ടല്ലോ. വായിക്കാം. അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് ലോൺ അടച്ച് മതിൽ കെട്ടിയും വച്ചിരിക്കുന്ന ഈ ഭൂമി, നമ്മൾ വീട് പൊക്കത്തിന് വെച്ചിരിക്കുന്ന ഈ ഭൂമി, ആരുടെ വീടിന്റെ അടുക്കലെങ്കിലും വരാൻ സമ്മതിക്കാതെ വെച്ചിരിക്കുന്ന ഈ ഭൂമി, നമ്മുടെ സ്വന്തം പേരിൽ എന്താ പറയാ തണ്ടപ്പേരൊക്കെ പിടിച്ച് കരമൊക്കെ തീർത്ത് ഭയങ്കര സംഭവം പോലെയാണ് നമ്മൾ നടക്കുന്നത്, അല്ലെ? ഈ ഭൂമി അതേ വചനത്താൽ
തീക്കായി ശിക്ഷിക്കും. തീക്കാണ്ട് ഈ ഭൂമിയെ തീയിടാൻ പോകുന്നാണ് പറയുന്നത്. ഇത് ചുമ്മാ പറയുന്നതല്ല, എക്സാക്ട്. ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായ ഭൂമി ഒരിക്കൽ വെള്ളത്തിൽ മുക്കി ഇനി തീയിലിടാൻ പോവാണ്. ഈ ഭൂമിയിലാണ് നമ്മുടെ പണി മുഴുവൻ. എന്തൊക്കെയാ ചെയ്യുന്നത്? ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും നമ്മുടെ തലവത്തിൽ നിന്ന് പഠിക്കുകയാണ്. തെറ്റൊന്നുമില്ല, പഠിച്ചോളൂ, അല്ലേ? ഇതായേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിന്നാൽ പറ്റത്തില്ല. ഇതായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഡോക്ടറായിട്ട് നിങ്ങൾ ആൾക്കാരെ എന്താ പറയാ ചികിത്സിക്കുന്നെങ്കിൽ നല്ല കാര്യം. അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന അടിച്ചു മാറ്റാനാണെങ്കിൽ ഏറ്റവും നല്ലത്. വേറെ എന്തെല്ലാം ജോലിയുണ്ട്, ഡോക്ടർ ആവണമെന്നുണ്ടോ? അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലതൊരു കൊള്ളക്കാരനാവുകയാണെന്ന്. അതിന് 5-6 കൊല്ലം ചെന്ന് പ്രൊഫഷണൽ കോഴ്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ്ടോ? ആരെങ്കിലും നല്ല കഴിവുള്ള കൊള്ളക്കാരന്റെ കൂടെ കുറച്ച് ദിവസം നിന്നാൽ മതി, അയാൾ പഠിപ്പിച്ചിരും, അല്ലേ? മെനക്കെട്ട് ഡോക്ടർ പഠിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉറക്കളപ്പ് കൊണ്ട് ഒരാളെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയണം. നിങ്ങളൊരു നേഴ്സ് ആവുന്നെങ്കിൽ പൈസ രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളുടെ സമീപനം, നിങ്ങളുടെ കുത്തിവക്കൽ, നിങ്ങളുടെ സംസാരം ഒരാളെ ആശ്വസിപ്പിക്കാൻ കഴിയണം. നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നയാളെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയണം. അതർവൈസ് നോ യൂസ് അറ്റ് ഓൾ, നോ യൂസ്. സ്തോത്രം. അപ്പൊ കാര്യങ്ങൾ ഗൗരവമായി നമ്മൾ തിരിച്ചറിയണം, പഠിക്കണം, മനസ്സിലാക്കിയേ പറ്റൂ. ചുമ്മാ നിസ്സാരമായി കാര്യത്തെ കാണരുത്. കാര്യത്തെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഭൂമിയെ കർത്താവ് തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ മുഴുവൻ പണിയും ഈ ഭൂമിക്ക് വേണ്ടിയാണ്. മുഴുവൻ പണി, അല്ലേ? അങ്ങോട്ടോടുക, ഇങ്ങോട്ടോടുക, ചാടുക, തലോത്തുന്നത് എന്തുല്ലോ അമ്മനക്കേടാ, അല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല, സൺഡേ സ്കൂളിന് പഠിക്കാൻ പറ്റത്തില്ല. എന്തൊരു മെനകേടാ മനുഷ്യൻ. ജോലി ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല, അല്ലേ? ഞാൻ വിഷമിച്ചു പോയത് ഒരു 40 വയസ്സൊക്കെ വരുമായിരിക്കും. അവർക്ക് ജനിച്ചതേ പെന്തക്കോസ്തിലാണ്. അപ്പൊ ഈ സഹോദരിയും ഹസ്ബൻഡും ചർച്ചിൽ പോകത്തില്ല, 2 മാസമായിട്ട് ചർച്ചിൽ പോകത്തില്ല. അപ്പൊ ഞാൻ ചെന്ന് കണ്ടു, സംസാരിച്ചു. അവർ പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചയിൽ തന്നെ വിടാനുള്ള ശ്രമം നടത്തി. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ ശരിയല്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പൊ ഇവരെന്തോ സുഖമില്ലാത്തപ്പോൾ വന്നില്ല, അതാണ് പ്രശ്നം. 40 കൊല്ലം അവിടുത്തെ വിശ്വാസിയാണ്, സുഖമില്ലാത്തതുകൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പ്രശ്നം. പാസ്റ്റർക്ക് ഇതാണ് പണി, സുഖമില്ലാത്തതിന്റെ വീട്ടിൽ വരകം. കാരണം നിങ്ങൾ നമ്മളെ ബംഗാളിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ സുഖമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണാൻ വരണം, നിങ്ങൾക്ക് ഗ്യാസ് എടുത്തുകൊണ്ട് വരണം, മീൻ വാങ്ങിച്ചുകൊണ്ട് വരണം. ഇതാണ് ഞങ്ങളുടെ പണി, അല്ലേ? ഇവർ ചർച്ചയിൽ പോകുന്നില്ല. ഒരാഴ്ച എൻ്റെ ചർച്ച വന്നു. ഞാൻ പറഞ്ഞു 8 ചർച്ച അവരുടെ കാര്യമില്ല, നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എല്ലാ ആഴ്ചയും വരാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് ഞായറാഴ്ച ചില ദിവസം ജോലിക്ക് വേണ്ടി വരും, അതുകൊണ്ട് സഹോദരിയാ പറയുന്നേ ഇന്ന് വന്നാൽ അടുത്ത ആഴ്ച വരില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഏരിയയിലേ വരണ്ട. അവസാനം ഗുണം പിടിക്കാത്തൊരു അന്തരീക്ഷം വന്ന് തീരെ നശിച്ചു പോകുന്നൊരു ഘട്ടം വന്നപ്പോൾ എനിക്ക് പോയി സംസാരിക്കണം. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും വാ നീ, അല്ലെ മറ്റൊരു തീർത്തും പോകത്തില്ല. അങ്ങനെ ഒരാഴ്ച വന്ന് ചർച്ചയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ പിറ്റേതിൻ്റെ കണ്ടിട്ട് പറയുകയാണ് പാസ്റ്ററെ, അസോസിയേറ്റ് പാസ്റ്റർ എൻ്റെ അടുത്ത് പറയുന്നില്ല, അസോസിയേറ്റ് പാസ്റ്റർ അടുത്ത് പറഞ്ഞു പാസ്റ്ററെ പിന്നെ ഇത്രയും സമയം ആരാനെ പറ്റത്തില്ല, ഒരു 2 മണിക്കൂറാണെങ്കിൽ വരാം. അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു പാസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അവളുടെ അടുത്ത് ഏരിയ വിട്ടോളം പറ, ഇനി വേണ്ട നമുക്ക്, എനിക്ക് 3-3:30 ആവും ആരാന തീരാൻ, 11 മണി കഴിയും തുടങ്ങാൻ, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വേണ്ട. എന്നെ ചിന്തിപ്പിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം റോഡിൽ എൻ്റെ മോളെ ട്യൂഷൻ കൊണ്ടുവിടാൻ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി 7 മണിക്ക് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ റോഡിൽ നിൽക്കുകയാണ്. മക്കളൊന്നുമില്ല അവർക്ക്, റോഡിൽ നിൽക്കുകയാണ്. 7 മണിക്ക് റോഡിൽ നിൽക്കുകയാണ്. ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത് 8-8:30 മണിയാവും. 500 രൂപ ചിലപ്പോൾ ആയിട്ടൊന്നും കിട്ടത്തില്ല, 500-600 രൂപ കിട്ടുമായിരിക്കും ശമ്പളം. 7 മണിക്ക് പോയിട്ട് 8 മണിക്ക് തിരിച്ചു വരാൻ 500 രൂപയ്ക്ക് കൊടുക്കുന്ന വില ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന് കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇവരെ കർത്താവ് നരകത്തിൽ പോലും ഇട്ടാൽ നരകം നശിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പിശാചിനും ഇല്ലേ ഒരുവിധമൊക്കെ മാന്യത, അയാളും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഒരുവിധം ഡീസൻ്റ് ആയിട്ട് നരകത്തിൽ കിടക്കാൻ. ഇങ്ങനെ തന്നെ കൊണ്ടിട്ടുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. വാസ്തവത്തിൽ പിശാചിനെ കർത്താവ് ഇടുന്ന പുഴുവെന്നൊക്കെ പറഞ്ഞ ഇതുപോലത്തെ സാധനങ്ങളായിരിക്കും. സത്യം, ഞാൻ എൻ്റെ ഹൃദയം തകർന്നു പോയി. എന്തൊരു മനുഷ്യരാണ്. 40 കൊല്ലം ഒരു ചർച്ചിലെ മെമ്പർ എന്ന് പറഞ്ഞിട്ട് ദൈവദാസൻ സുഖമില്ലായിരുന്നപ്പോൾ നോക്കാൻ പോയില്ലെന്നും പറഞ്ഞ് ചർച്ചയിൽ തെണ്ടിത്തിരി നടക്കാണ്.
ഇതെല്ലാം സ്വർഗത്തിൽ പോകാനാണ് നിങ്ങൾ കരുതുന്നത്? ഇതിൽ ഏതെങ്കിലും പെട്ട സൈസ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് എന്നെ കയറി ഇറങ്ങി വരികയാണ്, എനിക്കറിയില്ല. ഏതെങ്കിലും വന്നോ ചാടിയോന്നും അറിയില്ല. കേട്ടെങ്കിൽ ഇത് നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടായിരിക്കാം കർത്താവ് ചിലപ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. നിങ്ങളുടെ അന്ത്യകാലം അടുത്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. ഇവരുടെ പൊന്ന് ദൈവമക്കളെ, നമ്മൾ ഗുണം പിടിക്കണം, ഇനിയെങ്കിലും ഗുണം പിടിക്കണം. ഒരു ശ്വാസത്തിന്, ഞാൻ കഴിഞ്ഞ ദിവസം പോയ ശവടക്കിന് പോയത് ഒരു എൻജിനീയറാണ്. 32 വീടിൻ്റെ വരപ്പും പരിപാടികളും ഇന്ന് സൈൻ ചെയ്യണം. അന്ന് രാവിലെ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിറങ്ങി വീഴുന്നു, അറ്റാക്ക് ഡൈ. ഇന്ന് രാവിലെ അടക്കം കഴിഞ്ഞു. ഇന്നലെ ഞാൻ പോയിട്ടാ വന്നേ. 32 വീട് ഒരുമിച്ച് ഒപ്പിടാൻ നിന്നതാണ്. നമ്മളിത് തിരിച്ചറിയണം. എപ്പോൾ പോയിട്ട് ഒരു ഐഡിയ അല്ല. പല്ല് വെച്ചോണ്ടിരിക്കുമ്പം പോവോ? അല്ലേ? സമയമായ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞതാ. ഓക്കെ, ഞാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ വാച്ച് നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ വാച്ച് നോക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ദൈവമക്കളെ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. നമ്മൾ എത്തി നിൽക്കുന്ന അന്ത്യകാലത്തിലാണ്. ഈ ഭൂമിയെ കർത്താവ് തീയിലിടാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ എന്നെ നിങ്ങളെ വലിച്ചെറിയാതിരിക്കാനാ നമ്മളെ ഒന്നാക്കി കർത്താവിനോട് ചേർത്ത് അക്കരെ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിച്ചിട്ട് ഭൂമിയിലോട്ട് വന്നത്. ഒരിക്കലും ഇത് വേസ്റ്റാക്കി കളയരുത്. അപ്പൊ ഭൂമി ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിച്ചു, വെള്ളം കൊണ്ട് ന്യായവിധി കഴിഞ്ഞു, തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ന്യായം വിധിച്ചതിനും തീ കൊണ്ട് ദഹിപ്പിക്കുന്നതിന്റെയും ഇടയ്ക്കാണ് നമ്മൾ ജനിക്കുന്നത് എന്ന് 1900 എന്നാണ് മനസ്സിലായില്ല. ചിലരിങ്ങനെ നോക്കുകയാണ്, 2000 മോഡലായിരിക്കും. ഞാനീ പറയാം, നമ്മളെ പോലെ പഴയ ആൾക്കാരല്ല. 1947 എന്നൊക്കെ ബാക്കിയിരുന്ന് പിള്ളേർ പറയുന്നു അല്ലേ? എന്തായാലും 80 വയസ്സുള്ള ആരും ഇവിടെ വന്നിരിക്കാൻ സാധ്യതയില്ല. വന്നാൽ തന്നെ താഴോട്ട് ഇറങ്ങത്തില്ല, മേളിലിരിക്കത്തേ ഉള്ളൂ. അവിടെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? 80 വയസ്സുള്ള വീട്ടിൽ കിടപ്പുണ്ടായിരിക്കും, വയ്യായിരിക്കും, അല്ലേ? 100 കൊല്ലമൊന്നും ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോഴെന്നെ എല്ലാ ജോയിന്റും ഒക്കെ ചെക്കടപ്പിക്കിടാന്നാവും, അല്ലേ? ഇറങ്ങിയൊന്നും വരത്തൊന്നുമില്ല, നടക്കത്തില്ല. അപ്പൊ നമ്മൾ ജനിക്കുന്നു. ആദ്യത്തെ ഒരു 5 കൊല്ലം സൂപ്പറാണ് കേട്ടോ, പണ്ടത്തെ കാര്യമാണ്. ഇപ്പോഴൊന്നുമില്ല. ഇപ്പോഴും പിള്ളേർ വയറിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ കൊണ്ട് ഫീസ് അടയ്ക്കും, വന്ന ഉടനെ അവിടെ കൊണ്ട് ചൂടുക്കും, അല്ലേ? ഒരുപാട് സാധനം എന്തൊക്കെയോ പറയും, അല്ലേ? പ്രീ KG ഒന്നുമല്ല, അതിന് മുമ്പ് വേറെ എന്തൊക്കെ ബേബി സിറ്റിംഗ് ഒക്കെ ഉണ്ട്. ബേബി സിറ്റിങ്ങോട്ട് തുടങ്ങി, സിറ്റുമ്പോഴല്ല കിടക്കുമ്പോഴാണ് ബേബി സിറ്റിംഗ് എന്ന് പറയുന്ന സാധനം, അല്ലേ? എന്തെല്ലാം പരിപാടികൾ. ആൾക്കാരിങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് ഓടുകയാണ്. പാവമാണ്. പിശാച് എത്ര മനോഹരമായി മനുഷ്യനെ പിടിച്ചിരിക്കുന്നു നോക്കിയേ. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹിക ദ്രവ്യാഗ്രഹം, ഇത് രണ്ടും മാത്രം മതി. പിശാചിന് വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് പിശാച് അവിടെ ചെന്ന് നിന്നാൽ മതി, ഹെലികോപ്റ്ററിൽ അവിടെ ചെന്ന് നിന്നാൽ മതി, അവരങ്ങ് വന്നോളും. സ്വസ്നേഹവും ദ്രവ്യാഗ്രഹം മാത്രം മതി. സ്വസ്നേഹം മാത്രം മതി, ദ്രവ്യാഗ്രഹം അഡീഷൻ, അല്ലേ? ഒരാൾ ഓസ്ട്രേലിയയിൽ, ഒരാൾ സിംഗപ്പൂരിൽ, തമ്മിൽ കാണേയില്ല. എന്തിനാണ് കെട്ടിയത്? പാവം പിശാച്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങള്? അവിടെ ഭൂമി വാങ്ങിച്ചു കൂട്ടുകയാണ്. എവിടെയൊക്കെ വാങ്ങി ഒരു ഐഡിയ ഇല്ല, അല്ലേ? ഉയരത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നെന്നാണ് വചനം പറയുന്നത്. വാസ്തവത്തിൽ പിശാചും ചിരിക്കുന്നുണ്ടായിരിക്കും. ശരിയല്ലേ നിങ്ങൾക്ക്? അല്ല, മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയില്ല. നമ്മുടെയൊക്കെ കൊച്ചിലെ 5 വയസ്സ് വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് കളിച്ച് നടക്കാം, അല്ലേ? നമ്മൾ ചുമ്മാ ജനിച്ച് നമ്മളങ്ങനെ കളിച്ച് നടക്കുകയാണ്. പിന്നെ തീരെ അവിടെ എല്ലാ പിള്ളേരും കൂടെ അലമ്പാകുമ്പം ചിരിപ്പുറം ഭയങ്കര അലമ്പുള്ള എന്നെ സ്കൂളിൽ കൊണ്ടാക്കും, അല്ല? അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ കൊണ്ടാക്കിയത്. അന്ന് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മളെല്ലാം ബർത്ത്ഡേ മെയ് മാസമായിരിക്കും. പഴയ ആൾക്കാർക്കെല്ലാം മെയ് മാസമാണ് ബർത്ത്ഡേ. ഞാൻ ജനിച്ചത് ജനുവരിയിലാണ്, പക്ഷേ മെയ് വയ്ക്കുക. കാരണം അപ്പോഴവിടെ കൊണ്ടാക്കുമ്പോൾ കഴിഞ്ഞ മാസം ജനിച്ചതാണ്, ഇത് അടപ്പുണ്ട്, അല്ലേ? അങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പൊ പണ്ട് നമുക്ക് നല്ല സുഖമായിരുന്നു. ഇപ്പൊ പിള്ളേർക്ക് അങ്ങനെ സുഖമൊന്നുമില്ല. ജനിച്ച് വീഴുമ്പം തന്നെ അക്ഷരമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, എല്ലാം. ഇപ്പൊ ഒക്കെയാണ് കൊച്ചു പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നാ പറയുന്നത്, എനിക്കറിയില്ല. രണ്ടാമത്തെ ഗഡു എന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സ് വരെയുള്ള ജീവിതമാണ്. അത് സൂപ്പർ ജീവിതമാണ്. ഈ ജീവിതം ഇൻവെസ്റ്റ്മെന്റിന്റെ പീരീഡാണ്. നിങ്ങൾ ഭാവിയിൽ എന്താകാൻ ഉദ്ദേശിക്കുന്നു, എഞ്ചിനീയർ, ഡോക്ടർ, പൈലറ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്താകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് 25 വയസ്സ് വരെ. 25 വയസ്സ് വരെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് പാളി. അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർ, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. 16-17 വയസ്സൊക്കെ ആകുമ്പോഴേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അവരെ ആശുപത്രി കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ കൊടുക്കണം. വേറെ ഒന്നും ആലോചിക്കരുത്. അത് വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. ഇഞ്ചക്ഷൻ തന്നെ കൊടുക്കണം, ഒരു കുഴപ്പമില്ല. ആഴ്ചയിൽ 1 വെച്ച് 4 ആഴ്ച കൊടുത്താൽ മതി. പിന്നെ ഒരു 20 വയസ്സ് വരെ കല്യാണം എന്ന് പറയുമ്പോൾ പോവും. മനസ്സിലാകുന്നുണ്ട്? പണ്ട് ഇഞ്ചക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. സ്തോത്രം.
അല്ലേ? വിവാഹമൊക്കെ നല്ലതാണ്, പക്ഷെ അത് 25 കഴിയണം. 25-ന് മുമ്പ് ജീവിതത്തെക്കുറിച്ചൊരു കൃത്യമായ ധാരണ വേണം. എന്താകണം? മാതാപിതാക്കൾക്കും കൃത്യമായൊരു ധാരണ വേണം. എൻ്റെ കുട്ടി എന്താണ് ആകേണ്ടത്, അതാക്കണം കുട്ടിയെ. അതിനുള്ള എല്ലാ സപ്പോർട്ടും, ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൻ്റെ ഇഷ്ടം പോലെ കൊച്ചിനാക്കാൻ ശ്രമിക്കരുത്. കൊച്ചെന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത്, അതിനെന്താണ് ക്വാളിറ്റി ഉള്ളത്, അതിനുള്ള സപ്പോർട്ടാണ് ചെയ്തു കൊടുക്കാൻ. അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളാവണം, നോ. എൻ്റെ മോള് ചെറുപ്പത്തിലെ മെഡിസിൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോവുക. ഏതായാലും അവളെ കപ്പാസിറ്റിയൊക്കെ പ്രാപിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു. പോയി അവിടെ ചെന്നിട്ട് ഓരോ സെമസ്റ്റർ ആകുമ്പോഴും എന്നെ വിളിക്കും, നാളെ പരീക്ഷയാണ്, പനിക്കുന്നു. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ പനിക്കരുത്, തിരിച്ചു വരണം. അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞേ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് നേരമില്ല, വേറെ ഒരുപാട് കാര്യം പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. എന്നെ വിളിക്കുകയോ വരട്ടുകയോ ചെയ്യരുത്. അല്ലേ? ഉറക്കം മുട്ടുന്നുണ്ടെങ്കിൽ തിരിച്ചു പോരുക, വേറെ കോഴ്സ് പഠിക്കുക, കല്യാണം കഴിച്ചു പോകാൻ അതിൻ്റെ പണി നോക്കുക. പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അന്നോട്ട് കൃപയാൽ ഇന്ന് വരെയും പരീക്ഷയാണ്, പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല, വെപ്രാളം പിടിപ്പിച്ചിട്ടില്ല. അവൾ വേണമെങ്കിൽ പഠിക്കട്ടെ, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി. പഠിക്കാൻ പറ്റാത്ത ഒരാൾ അത് പഠിച്ച് ഡോക്ടറായിട്ട് ഒരു കാര്യമില്ല. ആൾക്കാരെ രോഗിയാക്കാനേ പറ്റുള്ളൂ. അല്ലേ? എനിക്ക് എന്തിന് കഴിയും അത് ചെയ്യുക. ചിലരുടെ വിചാരം എല്ലായിടത്തും നിന്ന് മുട്ടി നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ഉപദേശി പണിയെന്ന്. നന്നായിരിക്കും. ഉപദേശി പണിക്ക് പറ്റുന്നില്ലെങ്കിലേ മറ്റെന്ത് പണിക്കും പോകാവൂ. ഉപദേശി പണി ഏറ്റ പണിയാണ്. സ്വത്രം. അതെ, ഞങ്ങളുടെ കൂടെ പഠിച്ച്, ഞാൻ സജി പാസ്റ്ററുടെ കൂടെ പഠിച്ചിട്ട് എത്രയോ പേര് വേറെ പണിക്ക് പോയി. അല്ല, ഞങ്ങൾ പല രാജ്യത്ത് പോകുമ്പോൾ പലരും കാണാറുണ്ട്. അവർ പല പണിയും ചെയ്ത് ജീവിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾക്ക് ബൈബിൾ കോളേജ് വന്നത്? അളിയ ഇംഗ്ലീഷ് പഠിക്കാനാണ്. നല്ല കാര്യം. അങ്ങനെ അളിയന്മാർ ഇംഗ്ലീഷ് പഠിച്ചു, അവരോരോ രാജ്യത്ത് അവരെ കൊണ്ട് പറ്റുമെന്നുള്ള ജോലി ചെയ്യുന്നു. ഞങ്ങൾ കൃപയാൽ കർത്താവിൻ്റെ വില ചെയ്യുന്നു. സ്വത്രം. ഇതെളുപ്പമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഇല്ല? എത്ര പേര് എന്തെല്ലാം നല്ല ജോലികൾ ചെയ്തുകൊണ്ടിരുന്നവർ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വില ചെയ്യാണ്. കാരണം അതിനേക്കാൾ നല്ലത് ഇതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ്. അല്ലേ? അപ്പൊ 25 വയസ്സിനകത്ത് എന്താകണമെങ്കിലും ആയിക്കോണം. 75 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ 25 വയസ്സ് മണ്ണിനടിയിൽ പൂഴ്ത്തണം. എഡ്യൂക്കേഷൻ നേടണം. ഇതേ സമയത്ത് തന്നെ ആത്മീകമായും വളരേണ്ട വണ്ണം വളർന്നോണം. കൃപാവരങ്ങളെ പ്രാപിച്ചോണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോണം, നിത്യജീവനെ പ്രാപിച്ചോണം, ഉറപ്പ് പഠിപ്പിച്ച്, ഇതെല്ലാം 25 വയസ്സിനകത്ത് പഠിപ്പിച്ചോണം. അതാണ് ശലോമോൻ പറയുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്ക, ഒടുവിൽ ദുർദിവസം വരും. ഉണ്ടോ? യൗവന കാലത്താണ് ബേസ്മെന്റ് ഇടാൻ. ആ കാലത്ത് മൊബൈൽ തോണ്ടി ആയുസ് കളയരുത്. മൊബൈൽ തോണ്ടേണ്ടതേ തോണ്ടാവൂ. ശരിയല്ലേ? മൊബൈലൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള വളം മാത്രമേ അതിൽ നിന്ന് തപ്പാവൂ. അതിന്റെ ഓപ്പോസിറ്റ് സാധനം തപ്പരുത്. വളരാനുള്ളതെല്ലാം ഇന്റർനെറ്റ് നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ്. എവ്രിതിങ് ഈസ് അവൈലബിൾ ഓൺ യുവർ ഫിംഗർ ടിപ്പ്. വിരൽ തുമ്പിൽ എല്ലാം കിട്ടും. അതുകൊണ്ട് മൊബൈലൊക്കെ ഉപയോഗിക്കണം. പിള്ളേർ ഉപയോഗിക്കാതൊന്നും ഇരിക്കരുത്, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ആ ചാനൽ ഉപയോഗിക്കണം. 25 കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന കുറച്ച് കൊല്ലം, ഒരു 65 വയസ്സ് വരെ തകർപ്പൻ പീരീഡാണ്. എന്റേത്, എന്റെ വസ്തു, എന്റെ കാറ്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ പള്ളി, എന്റേതെന്ന് പറയാൻ ഒരുപാട് സാധനമുള്ള സമയമാണ് 65 വയസ്സ് വരെ. ജോലി അല്ലേ? 65 കണ്ണട തുറക്കുമ്പോൾ അങ്ങ് പോകും കേട്ടോ. അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, അയ്യോ ഞാൻ ഇന്നാളെ സ്കൂളിൽ പഠിച്ച പോലെ ഇരിക്കുകയാണ്. പടപടേ പോയി, പെട്ടെന്ന് വയസ്സായി. അല്ലേ? 4 മീറ്റിംഗ് പ്രസംഗിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരു മാസം പോയില്ലേ? മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? 50 മീറ്റിംഗ് പ്രസംഗിക്കുമ്പോൾ ഒരു വർഷം പോകും. മീറ്റിംഗ് പ്രസംഗിക്കാൻ പിന്നെ എന്താ, കണ്ണട തുറക്കുമ്പോൾ പ്രസംഗിച്ച് തീർക്കുകയല്ലേ? സ്വത്രം. പടപടേക്ക് പോവും. അടുത്ത മാസമാകുമ്പോൾ എനിക്കൊരു വയസ്സ് കൂടും. അല്ലേ? അതുവരെ പോകുമെന്ന് അറിയത്തില്ല. കണ്ണട തുറക്കുമ്പോൾ കഥ അങ്ങ് മാറും. ശവടക്ക് പടപടാന്ന് നടക്കും. എത്ര ശവടക്ക് ഇരിക്കുന്നു കഴിഞ്ഞ വർഷം? ഇഷ്ടം പോലെ അടക്കി, എല്ലാ സൈസിലുള്ളത് അടക്കി. അല്ലേ? ഏജ് വയസ്സായത് വളരെ ചുരുക്കേ കിട്ടിയുള്ളൂ. ബാക്കി മിക്കവാറും കിട്ടിയത് സൈസ് കുറഞ്ഞതാണ്. നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്. പേടിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പേപ്പറെല്ലാം തയ്യാറാക്കി വെക്കുക. എപ്പോൾ വേണോ സീലടിച്ച് കിട്ടും. ആരടുത്തും പറയാനൊന്നും സമയം കിട്ടുന്നില്ല. ഒരു മനുഷ്യടുത്ത് പറയാൻ സമയം കിട്ടത്തില്ല. പിന്നെ മൊബൈൽ ലോക്കൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കണം. ഗൂഗിൾ പേ ചെയ്താൽ പൈസയെങ്കിലും എടുക്കാൻ വേണ്ടിയാ. വല്ലതും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. സ്തോത്രം. ചിലർ ലോക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ മൊബൈലൊക്കെ അവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൾ തട്ടിപ്പോയെന്ന് അറിഞ്ഞോടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് പെട്ടെന്ന് കരഞ്ഞിട്ട് വിരൽ പിടിച്ചതിൽ ഞെക്കി റെഡിയാക്കി എടുത്തോളണം. പിന്നീട് നടക്കൂല. സ്തോത്രം. ആദ്യം അതൊക്കെ നോക്കി വെച്ചോണം. അല്ലേ? ഐഡിയ പിടിയിട്ടില്ലല്ലേ? ഇതൊന്നും ആരും അങ്ങനെ പറഞ്ഞു തരൂല.
അപ്പൊ ഈ ഒരു 10-60 വയസ്സ് വരെ സുഖ പീരീഡ് എന്ന് നമുക്ക് വെറുതെ തോന്നുന്നതാണ്. അത്രയൊന്നും ഇപ്പൊ പോകുന്നില്ല കേട്ടോ. അതിനകത്തിട്ടൊക്കെ ആൾക്കാർ മരിച്ചു പോവാണ്. ഇത് കഴിഞ്ഞ് ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഒരു പീരീഡ് കിട്ടിയേക്കാം. കമ്പൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു പീരീഡ് സംടൈംസ് നമുക്ക് കിട്ടിയേക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, കിട്ടിയേക്കാം. ഇങ്ങനെ കിട്ടിയാൽ ഇത് കഴിഞ്ഞിട്ട് കണ്ടോ, കൊച്ചായിരുന്നു നേരെ കയറി വലുതായി, പിന്നെ നല്ല ഉഷാറായി, പിന്നെ നേരെ കമ്പ് കുത്തി തിരിച്ചിറങ്ങുകയാണ് അല്ലേ. നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ പിള്ളേർക്കുള്ള പാർക്കിൽ വെച്ചിരിക്കുന്ന സാധനം കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഏണി കൂടെ കയറി പോയിട്ട് ഞരങ്ങി ഇറങ്ങുന്ന, അതാണ് സാധനം. 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഞരങ്ങി ഏണിയിൽ മേളിൽ കയറും, പിന്നെ തിരക്കുമാണ്. +1 +2 ടപ്പേ കല്യാണം, പിന്നെ പിള്ളേരായി ഞരങ്ങി ഒറ്റ പോക്കാണ്. ഞങ്ങളൊക്കെ ഇപ്പൊ ഞരങ്ങി എത്താറായി. സ്വതന്ത്രം ഇത്രേ ഉള്ളൂ. ഇതാണ് മനുഷ്യ ജീവിതം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും നേടാൻ പറ്റത്തില്ല അല്ലെ. 10 സെന്റ് സ്ഥലം വാങ്ങിച്ചൊരു വീട് വെക്കണം, എന്നിട്ട് ഒരു ചുക്ക് നടക്കും. ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ വെച്ചോളൂ, തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടോളൂ, ഇതിലൊന്നും കാര്യമില്ല. സ്തോത്രം അല്ലെ. 2 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മോള് വരും, എനിക്കുള്ളത് എഴുതി തരൂ, ബാക്കി എഴുതി കൊടുക്കണം, എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ എഴുതി വെക്കണം കാലശേഷം. അത് ഉറപ്പായിട്ട് എഴുതി വെക്കണേ. ലോൺ എടുക്കാൻ പോലും കാലശേഷമേ സമ്മതിക്കാവൂ, അല്ലെങ്കിൽ ബാങ്കുകാരും നമ്മളെടുത്ത് വിളികളയും. അല്ല, എൻ്റെ മക്കളാണ്, നല്ല മക്കളാണ്, അവരങ്ങനെയൊന്നും ചെയ്യൂല, അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഏത് മക്കൾക്ക് എഴുതി കൊടുത്താലും കാലശേഷം വെച്ചോളണം അല്ലേ. കട്ടില് അത്യാവശ്യം കക്കട് പാത്രങ്ങളൊന്നും ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ ഇതെല്ലാം കൂടെ വെച്ച് എഴുതിക്കൊള്ളണം. ഞാൻ സത്യം പറയുന്നത്, ഒരുപാട് കേസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടായി പറയുന്നത് അല്ലേ. അതെല്ലാം നിങ്ങൾ കാറ്റ് പോയതിന് ശേഷം മാത്രം എടുക്കാൻ ഉറപ്പായിട്ട് എഴുതി വെച്ചിരിക്കണം അല്ലേ. ചിലപ്പോൾ അത് എഴുതി വെച്ചതുകൊണ്ട് മാത്രം നേരത്തെ കാറ്റ് പോവേണ്ടി വരും. അതിന് കമ്പനി ഉത്തരവാദിയല്ല. അതെല്ലാം നിങ്ങൾ നോക്കിക്കൊള്ളണം. സ്വതന്ത്രം. ലെറ്റ്സ് കം ബാക്ക്. അയ്യോ മക്കളെ, ഇത്ര ആയി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രേ ഇവിടെ നടക്കൂ. ഈ ഭൂമിയിൽ ഇത്രയും പരിപാടിയെ നടക്കൂ. ഇതിന്റെ അപ്പുറത്ത് എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? നേരെ തീയിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. പള്ളി പോകുന്നതിന് തെറ്റില്ല, സ്നാനപ്പെടുന്നതിന് തെറ്റില്ല. സ്വതന്ത്രം. വഴക്ക് പറയാൻ, ചീത്ത വിളിക്കാൻ, സിനിമ കാണാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. നരകത്തിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, തീയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഭൂമിയെ തീയിലിടുന്നു, അതിന്റെ കൂടെ നമ്മളെയും തീയിലിട്ടാൽ മതിയെങ്കിൽ ദിസ് ലൈഫ് ഈസ് ഇനഫ്. അല്ല, തീയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടേ പറ്റൂ. ക്രിസ്തു ആഗ്രഹിച്ചതുപോലെ നമ്മൾ ഒന്നായേ തീരൂ. നമ്മൾ ഒരുമിച്ച് ക്രിസ്തുവിൽ ഒന്നായേ തീരൂ. എങ്കിൽ കാഹളം ധ്വനിക്കുമെന്ന് നമ്മൾ പോകും, അല്ലെങ്കിൽ ഇവിടെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടെ പോകാതിരിക്കാൻ, നമ്മെ തീയിൽ നിന്ന് വീണ്ടെടുക്കാനാണ് നസറയനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സ്തോത്രം. നമ്മളെ ഒന്നാക്കി മാറ്റാൻ, നമ്മെ ക്രിസ്തുവിനോട്, നമ്മുടെ പുത്രനോട് ചേർക്കാൻ, നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. മാന്യ സുഹൃത്തുക്കളെ, എന്താണ് ഇതിന്റെ പദ്ധതികൾ എന്ന അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തി തരാൻ ശ്രമിക്കാം. നാളെ നേരത്തെ ദയവായിട്ട് എല്ലാവരും വരാൻ നിങ്ങൾ ശ്രമിക്കണം. മാക്സിമം നേരത്തെ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരണം. അടുത്ത് കിടക്കുന്ന കസേര നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ളതാണ്. അവിടേക്ക് ഒരാളിനെ കൊണ്ടെത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. സംസാരിക്കാൻ എനിക്ക് ആരോഗ്യം കിട്ടേണ്ടതിന് പ്രാർത്ഥിച്ചിട്ട് വരിക. നമുക്ക് ഒരുമിച്ച് അവരോട് സുവിശേഷം പറയാം, അവർ കേൾക്കട്ടെ. രക്ഷിക്കപ്പെട്ടവരെയും വിളിച്ചുകൊണ്ട് വരിക. സ്വതന്ത്രം. ചിലപ്പോൾ അവരായിരിക്കും രക്ഷിക്കപ്പെടാൻ പോകും, നമുക്കറിയത്തില്ല. സ്വതന്ത്രം. എല്ലാവരെയും കൊണ്ടുവരിക. ഇന്ന ആളാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യഹോവ സാക്ഷിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് പാസ്റ്റ് ആണെന്നൊന്നും വിഷയമില്ല, അവരവരുടെ സാധനം പറഞ്ഞിരിക്കും. സ്വതന്ത്രം. മറ്റ് ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇസ്ലാംസിനെ കണ്ടിട്ടുണ്ടോ? അവരാരാണ് പറയാൻ ശ്രമിക്കുന്നത്? അവർക്ക് നോ പ്രോബ്ലം, അവർ അറ്റാക്കിന് തയ്യാറാണ് അല്ലെ. ദുരുപദേശങ്ങളും ഭാഷാണ്ടോപദേശങ്ങളും പറയാൻ അവർ ഇത്രയധികം എന്താ പറയാ, സലസ് ആണെങ്കിൽ, തീഷ്ണതയുള്ളവരാണെങ്കിൽ നമ്മൾ എത്ര അധികമായിരിക്കണം. ഇങ്ങനൊരു കൺവെൻഷൻ ചിലപ്പോൾ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആയെന്ന് വരില്ല. ഇങ്ങനെ പ്രസംഗിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആയെന്ന് വരില്ല. ഇതുപോലെ പാടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആയെന്ന് വരില്ല. പക്ഷെ ഒരാളെ വിളിച്ചുകൊണ്ട് വരാൻ നിങ്ങൾക്കാവും. നിങ്ങൾക്ക് അതിന് കഴിയും. യു മസ്റ്റ് ഡു ദാറ്റ്. ഇഷ്ടമാതിരി കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ക്രമീകരണങ്ങൾ 4 ദിവസം പിന്നെയും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലരെ വിളിച്ചുകൊണ്ട് വരാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വെറുതെ നടന്നാൽ പോരാ, നമുക്ക് അക്കരെ നാട്ടിൽ പോകണം. എത്രയും വേഗം ഈ ഭൂമി കത്തിക്കാൻ പോവുകയാണ്. ന്യായവിധി പടപടയെ സംഭവിക്കാൻ പോവുകയാണ്. അതാരംഭിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നീക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. മഹാദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് ദിവസങ്ങൾ മാറ്റി വെച്ചിരിക്കുമ്പോൾ
നമുക്കിങ്ങനൊരു കൂടാനൊരു അവസരം ദൈവം ഒരുക്കി തന്നിരിക്കുന്നു എങ്കിൽ നമുക്കിതിനെ ഉപയോഗിക്കണം. നമുക്ക് നിത്യരാജ്യം പ്രാപിച്ചേ മതിയാകൂ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.